ഇന്നത്തെ സെഷൻ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സിലബസ് ഡീകോഡിംഗ് ആണ്. അതായത് ഫസ്റ്റ് ഇയറിലെ നമ്മുടെ സബ്ജക്ട്സും അതുപോലെ തന്നെ നമ്മുടെ ചാപ്റ്റേഴ്സ് യൂണിറ്റുകളൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു സെഷനാണ് ഇന്നത്തേത്. ആൻഡ് മോറോവർ ദാറ്റ് സബ്ജക്ട്സും കൂടാതെ നമ്മുടെ അസൈൻമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ കോഴ്സ് കംപ്ലീഷൻ ഡീറ്റെയിൽസുമാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത് സിലബസിലേക്കാണ്, നമ്മുടെ ഫസ്റ്റ് ഇയർ സിലബസിലേക്ക്. ഓക്കെ, ഇൻസൈഡ് ആൻഡ് ഔട്ട് നമ്മുടെ സിലബസിനെ കുറിച്ചാണ്, സിലബസിന്റെ ഡീറ്റെയിൽഡ് ഒരു ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഉദ്ദേശിക്കുന്നത്. ആഫ്റ്റർ ദാറ്റ് നമ്മുടെ കോഴ്സ് കംപ്ലീഷൻ ആൻഡ് അസൈൻമെന്റ്സ് ഡീറ്റെയിൽസ് ആയിരിക്കും പറയുന്നുണ്ടാവുക കേട്ടോ. കോഴ്സ് കംപ്ലീഷൻ ഡീൽ ചെയ്യുന്നത് കാവ്യ മാം ആയിരിക്കും ആൻഡ് ഐ ബി ഡീലിംഗ് വിത്ത് ദ സിലബസ്. ഓക്കെ, സോ നമ്മള് 4 മോഡ് ഓഫ് ടോപ്പിക് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രസന്റേഷനിൽ. നമ്മുടെ ഡിസ്കഷൻ ടോപ്പിക് നമ്പർ 1 വരുന്നത് നമ്മളെ ബേസിക്, നമ്മുടെ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ, വളരെ ബേസിക് കാര്യങ്ങൾ. പിന്നെ ടോപ്പിക് നമ്പർ 2 വരുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോഴ്സ് ഓവർ 3 ഇയേഴ്സ്, 3 വർഷത്തേക്ക് നമുക്ക് എത്ര കോർ പേപ്പേഴ്സും കാര്യങ്ങളും ആണ് ഉള്ളത് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വേർഷൻ ആണ് ടോപ്പിക് 2 വരുന്നത്. ആൻഡ് ടോപ്പിക് 3 വരുന്നത് സിലബസ് ഓവർവ്യൂ ആൻഡ് അനാലിസിസ്, നമ്മുടെ ഫസ്റ്റ് ഇയറിന്റെ മാത്രം സിലബസ് ഓവർവ്യൂ, അതുപോലെ തന്നെ ലെസൺസും യൂണിറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു പോവാം. Then topic number 4 വരുന്നത് course completion and evaluation. Okay, that will be dealing with Kavya ma'am ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, മൂവിങ് ഓൺ നമ്മുടെ കോഴ്സിലേക്ക്. എല്ലാവരും ഫസ്റ്റും സെക്കൻഡും സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. മിസ്സായിട്ടുള്ളവർക്ക് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം യൂട്യൂബ് ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ ദിസ് ഇസ് അവർ തേർഡ് സെഷൻ. യെസ്, ബേസിക് ആയിട്ട് നമ്മുടെ കോഴ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ BA ഇംഗ്ലീഷ് ഹോണേഴ്സ് എന്ന് പറയുന്നത് സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിൽ വരുന്ന അണ്ടറിൽ വരുന്ന ഒരു കോഴ്സ് ആണ് BA EGH. നമ്മുടെ പ്രോഗ്രാം കോഡാണ് BA EGH, BA ഇംഗ്ലീഷ് ഹോണേഴ്സ്. ഓക്കെ, അപ്പോ ഓരോ കോഴ്സിലും, അതായത് ഓരോ പേപ്പറിലും, ഇവിടെ കോഴ്സ് എന്ന് പറയുന്നത് ഓരോ സബ്ജക്റ്റിനെയാണ്, ഓരോ പേപ്പറിനെയാണ് കേട്ടോ. അപ്പൊ ഓരോ പേപ്പറിലും നമുക്ക് ബ്ലോക്സ് ആൻഡ് യൂണിറ്റ്സ് ആയിട്ടാണ് സിലബസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ക്രെഡിറ്റ് സിസ്റ്റം ഉണ്ട്, അതായത് നമുക്ക് പഠിക്കാനുള്ള ആ ഒരു എന്താ പറയാ പ്രാധാന്യം, ഓരോ പേപ്പറിന്റെ പ്രാധാന്യം, അതായത് ഇമ്പോർട്ടൻസ്, എത്രത്തോളം മാർക്ക് വാല്യൂ ചെയ്യുന്നതാണ്, എത്രത്തോളം നമ്മൾ ടൈം അതിന് വേണ്ടിയിട്ട് ഡിവോട്ട് ചെയ്യണം എന്നുള്ളത് അനുസരിച്ചിട്ടാണ് ഈ ഒരു ക്രെഡിറ്റ് സിസ്റ്റം ഇവിടെ വരുന്നത്. ഓക്കെ, കൂടുതൽ ക്രെഡിറ്റ് വരുന്ന സബ്ജക്റ്റുകൾക്ക് നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തണം പഠിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സബ്ജക്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സബ്ജക്റ്റിന്റെ വെയിറ്റേജ് ആണ് ഈ ഒരു ക്രെഡിറ്റ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ 1 ക്രെഡിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? 30 ഹവേഴ്സ് ഓഫ് സ്റ്റഡിക്ക് ഈക്വൽ ആണ്. അപ്പൊ ഒരു ക്രെഡിറ്റ് പോയിന്റ് ഉള്ള സബ്ജക്റ്റിന് നമ്മൾ 30 മണിക്കൂറാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ പ്രോഗ്രാം, ഈ ഒരു 3 ഇയർ പ്രോഗ്രാം നിങ്ങൾക്ക് 5 to 6 ഇയേഴ്സ് കൊണ്ടാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ആക്ച്വലി. ഓക്കെ, അതായത് നമ്മളിപ്പോ 3 വർഷത്തെ ഡിഗ്രി കോഴ്സ് നമുക്ക് 6 വർഷം കൊണ്ട് എഴുതിയെടുത്താൽ മതിയാവും. പക്ഷേ ഞാൻ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കില്ല. ബിക്കോസ് 3 വർഷത്തെ കോഴ്സ് 3 വർഷം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്താൽ അത്രയും നല്ലത്. നീളുന്നിടത്തോളം അതിങ്ങനെ പിന്നെയും നാളെ നീളെ ആയി പോകും. സോ മാക്സിമം പറ്റുന്നത്രയും പേപ്പേഴ്സ് അതായത് ഇയറിൽ തന്നെ, ഈച്ച് ഇയറിലും എഴുതി കംപ്ലീറ്റ് ചെയ്ത് തന്നെ പോവാം. പക്ഷെ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രൊവിഷൻ തരുന്നുണ്ട്, ലൈക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരുവാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സാം സൈക്കിളിൽ നിങ്ങൾക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യാം അപ് ടു 6 ഇയേഴ്സ് വരേക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അഡ്മിഷന്റെ ഡേറ്റ് എക്സ്പയർ ആയി പോകും. പിന്നെ പുതിയ അഡ്മിഷൻ എടുത്തെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നമ്മളെ ഇഗ്നോ യൂണിവേഴ്സിറ്റിക്ക് ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ് വരുന്നത്. ആക്ച്വലി നമ്മുടെ എല്ലാത്തിന്റെയും ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. ആൻഡ് ഇതിന്റെ റീജിയണൽ സെന്റേഴ്സ് 67ഓളം റീജിയണൽ സെന്റേഴ്സ് ആണ് നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് ഉള്ളത്. അതേപോലെ തന്നെ 2000+ സ്റ്റഡി സെന്റേഴ്സും ആണ് ഉള്ളത്. ഇതിൽ രജിസ്ട്രേഷൻ ചെയ്ത സ്റ്റുഡൻസിന് അറിയാൻ പറ്റുന്നുണ്ടാവും, നമ്മൾ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും അടുത്തുള്ള, നമുക്ക് പോയി വരാനൊക്കെ പറ്റുന്ന, നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ദൂരത്തുള്ള ഒരു കോളേജ്, ഒരു സ്റ്റഡി സെന്റർ നമ്മൾ ചൂസ് ചെയ്യണം നമ്മളുടെ സ്റ്റഡി സെന്റർ ആയിട്ട്, അല്ലെ. അപ്പൊ ആ ഒരു സ്റ്റഡി സെന്ററിലായിരിക്കും നമ്മുടെ പ്രൈമറി കോൺടാക്ട് എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റി റിലേറ്റഡ്, അസൈൻമെന്റ് റിലേറ്റഡ് ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ സ്റ്റഡി സെന്ററിലാണ് കണക്ട് ചെയ്യേണ്ടത്. അസൈൻമെന്റ് സബ്മിഷൻ ചെയ്യേണ്ടതൊക്കെ സ്റ്റഡി സെന്ററിലാണ്. ഓക്കെ,
യെസ്, പിന്നെ എക്സാം സെന്റേഴ്സ് നമുക്ക് എക്സാമിന്റെ സമയമാകുമ്പോൾ രജിസ്ട്രേഷൻ ഓപ്പൺ ആവുന്ന സമയത്താണ് എക്സാം സെന്റേഴ്സ് നമുക്ക് എവിടേക്കാണെന്നുള്ളത്. നമ്മൾ ഏറ്റവും അടുത്തുള്ള എക്സാം സെന്റർ വേറെ വേറെ നമ്മുടെ സ്റ്റഡി സെന്റർ അല്ലാതെ തന്നെ വേറെ കോളേജുകൾ നിങ്ങൾക്ക് എക്സാം സെന്റർ ആയിട്ട് വരും. സോ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള എക്സാം സെന്റേഴ്സ് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ചൂസ് ചെയ്തിട്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ്. എല്ലാ സബ്ജക്റ്റുകളും ഒരൊറ്റ സെന്ററിൽ തന്നെ ആയിരിക്കണം എന്ന് മാത്രം. അങ്ങനെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ സെന്റേഴ്സിലായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോഴ്സ് ഓവർ 3 years. 3 വർഷത്തിൽ നമ്മൾ ഏതൊക്കെ കോർ കോഴ്സസ് ആണ് പഠിക്കുന്നത്. ഐ മീൻ കോർ കോഴ്സസ് മാത്രമല്ല, നമുക്ക് അറിയാം ഫസ്റ്റ് ഇയർ 4 electives ഉണ്ട്. 2 electives നമ്മൾ സെലക്ട് ചെയ്യുന്നതും പിന്നെ എബിലിറ്റി എൻഹാൻസ്മെന്റ്, ഡിസിപ്ലിൻ സ്പെസിഫിക് എന്ന് പറഞ്ഞിട്ട് വേറെയും കോമൺ കോഴ്സുകൾ ഉണ്ട്. സോ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമുക്ക് ടോട്ടൽ നമ്മൾ ഈ ഒരു 3 വർഷം കൊണ്ട് പഠിക്കുന്നത് 26 പേപ്പേഴ്സ് ആണ്. 26 സബ്ജക്റ്റ് ആണ് നമ്മൾ ഈ ഒരു 3 വർഷം കൊണ്ട് പഠിക്കേണ്ടത്. ഓക്കെ, അതിൽ കോർ കോഴ്സസ് വരുന്നത് 14 കോഴ്സസ്, അതായത് 14 പേപ്പേഴ്സ് ആണ് പഠിക്കാനുള്ളത്, 14 സബ്ജക്ട്. ഓക്കെ, ഓരോന്നിനും 6 ക്രെഡിറ്റ് വീതം, 6 ക്രെഡിറ്റ് വീതം. ഈ ക്രെഡിറ്റ് പോയിന്റ് ഓർത്ത് വയ്ക്കാം. മാർക്ക് വെയിറ്റേജിനനുസരിച്ചാണ് ഈ ക്രെഡിറ്റ് പോയിന്റ് വരുന്നത് കേട്ടോ. അപ്പൊ ഈ കോർ കോഴ്സസിന് ഓരോന്നിനും 6 ക്രെഡിറ്റ് വെച്ചാണ് ഉണ്ടാവുക. അപ്പൊ ടോട്ടൽ 14 കോഴ്സിന് നമുക്ക് വരുന്ന ക്രെഡിറ്റ് എന്ന് പറയുന്നത് 84 ക്രെഡിറ്റ്സ്. ഓക്കെ, ദെൻ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ് കോഴ്സസ്, ഇത് നമ്മുടെ കോമൺ കോഴ്സ് ആയിട്ട് വരുന്നതാണ്. ഇത് ടോട്ടൽ 4 പേപ്പർ ആണ് ഉണ്ടാവുക. ഓരോന്നിനും 6 ക്രെഡിറ്റ് വീതം. ടോട്ടൽ 4 കോഴ്സിനും കൂടിയിട്ട് 24 ക്രെഡിറ്റ് ആണ് വരിക. ഓക്കെ, ദെൻ നെക്സ്റ്റ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സസ്, ഇതും കോമൺ കോഴ്സ് ആയിട്ടാണ് വരുന്നത്. 2 സബ്ജക്റ്റ് ആണ് ഇതിനകത്ത് ഉണ്ടാവുക. ഐ മീൻ 2 സബ്ജക്റ്റ് ആണ് ഇതിന്റെ കീഴിൽ നമ്മൾ പഠിക്കേണ്ടത്. ഓരോന്നിനും 4 ക്രെഡിറ്റ് വീതം, ടോട്ടൽ 8 ക്രെഡിറ്റ്. ദെൻ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സിന് 2 സബ്ജക്റ്റ് ആണ് നമ്മൾ പഠിക്കാനുള്ളത്. ഓരോന്നിനും 4 ക്രെഡിറ്റ് വീതം, ടോട്ടൽ 8 ക്രെഡിറ്റ്. ദെൻ ജനറിക് എലക്ടീവ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സബ്ജക്ട്. നമുക്ക് കുറെ ഓപ്ഷൻ തന്നിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നില്ല, അതാണ് ജനറിക് എലക്ടീവ്. അതിൽ നമ്മൾ 4 പേപ്പറുകളാണ് പഠിക്കേണ്ടത്. ഓരോന്നിനും 6 ക്രെഡിറ്റ് വീതം. ടോട്ടൽ ഈ 4 സബ്ജക്റ്റിനും കൂടിയിട്ട് 24 ക്രെഡിറ്റ് പോയിന്റ് ആണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 26 സബ്ജക്റ്റ് ആണ് നമ്മൾ 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി വരുന്നത് ഈ ക്രെഡിറ്റ് സിസ്റ്റത്തിലേക്ക്. അതായത് 1 ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു 30 hours ഓഫ് സ്റ്റഡിക്ക് ഈക്വൽ ആണ്. ടോട്ടൽ ക്രെഡിറ്റ് ഈ മൊത്തം 26 സബ്ജക്റ്റിനും കൂടി വരുന്ന ടോട്ടൽ ക്രെഡിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് 148 ആണ്. ടോട്ടൽ കോഴ്സ് വരുന്നത്, ടോട്ടൽ പേപ്പേഴ്സ് വരുന്നത് 26. അപ്പോൾ ഒരു 6 ക്രെഡിറ്റ് കോഴ്സിന് നമ്മൾ 180 hours ആണ് സ്റ്റഡീസിന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടത്. ദെൻ 4 ക്രെഡിറ്റ് കോഴ്സിനാവുമ്പം എന്താണ് 120 hours ഓഫ് സ്റ്റഡി ആണ് വേണ്ടത്. അപ്പൊ എത്ര 6 ക്രെഡിറ്റും 4 ക്രെഡിറ്റും കോഴ്സ് ഉണ്ട് എന്നുള്ളത് നോക്കുക. ദെൻ ടോട്ടൽ നമ്മൾ ഒരു ദിവസം 4.5 hours ഓഫ് സ്റ്റഡി നമ്മൾ ഡിവോട്ട് ചെയ്യണം ടു കംപ്ലീറ്റ് ഡിഗ്രി ഒരു സ്മൂത്ത് ആൻഡ് ഒരു ഫ്ലോയിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ടോട്ടൽ 300 days ഓഫ് സ്റ്റഡീസ് ആണ് വരുന്നത്. 1320 hours ഓഫ് സ്റ്റഡി. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു ക്രെഡിറ്റ് സിസ്റ്റം വരുന്നത്. നമ്മുടെ മാർക്ക് വെയിറ്റേജിനനുസരിച്ച്, സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചും മാർക്ക് വെയിറ്റേജ് അനുസരിച്ചുമാണ് ഈ ഒരു ക്രെഡിറ്റ് സിസ്റ്റം വരുന്നത്. ഓക്കെ, ഹോപ്പ് യു ഗൈസ് ഗോട്ട് ദാറ്റ് റൈറ്റ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മുടെ 3 ഇയറിന്റെ കോഴ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻസ്. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു എബിലിറ്റി എൻഹാൻസ്മെന്റ് 4 കോഴ്സ്, അങ്ങനെ കുറെ കോഴ്സുകൾ പറഞ്ഞല്ലോ. കോർ കോഴ്സ് 14 കോഴ്സ്. സോ അതൊക്കെ ഏതൊക്കെയാണ് കോഴ്സ് വരുന്നത്, ഏതൊക്കെയാണ് സബ്ജക്ട് വരുന്നതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. കോർ കോഴ്സ് 14 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ള 3 വർഷത്തേക്ക് എന്ന് പറഞ്ഞു. അതില് ഫസ്റ്റ് ഇയറിൽ 2 നമുക്ക് അറിയാം സെമസ്റ്റർ വൈസ് ആയിട്ടല്ല, ഇയർ എൻഡിങ് ആയിട്ടാണ് നമുക്ക് എക്സാംസ് ഉള്ളത്. അപ്പോൾ ഒരു ഇയറിൽ, ഫസ്റ്റ് ഇയറിൽ നമ്മൾ 2 സെമസ്റ്ററിന്റെ സബ്ജക്റ്റുകളാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലെ. യെസ്, അപ്പോ ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന 2 കോർ പേപ്പർ എന്ന് പറയുന്നത് BEGC 101 ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ, BEGC 102 യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ. ഇത് രണ്ടുമാണ് ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന 2 കോർ പേപ്പർ. 2 electives ഉണ്ടാവും. ദെൻ നെക്സ്റ്റ് വരുന്നത് സെമസ്റ്റർ 2-ല് 2 കോർ പേപ്പർ, BEGC 103 ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്, BEGC 104 ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമ 14th to 17th century. ഈ 2 പേപ്പറാണ് സെക്കൻഡ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് കോർ പേപ്പർ ആയിട്ട്, കോർ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ദെൻ സെക്കൻഡ് ഇയറിൽ സെമസ്റ്റർ 3-യും സെമസ്റ്റർ 4-ഉം ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സെമസ്റ്റർ 3-ല്
നമുക്ക് 3 കോർ പേപ്പർ ആണ് ഉണ്ടാവുക. BEGC 105 അമേരിക്കൻ ലിറ്ററേച്ചർ, BEGC 106 പോപ്പുലർ ലിറ്ററേച്ചർ, then BEGC 107 British poetry and drama 17th and 18th centuries. Then semester 4th വരുന്നത് 3 കോർ പേപ്പർ തന്നെയാണ്. BEGC 108 British literature 18th century, then BEGC 109 British romantic literature, then BEGC 110 British literature 19th century. ഇത്രയാണ് സെക്കൻഡ് ഇയറിലെ കോർ പേപ്പേഴ്സ്. ടോട്ടൽ 6 കോർ പേപ്പർ ആണ് സെക്കൻഡ് ഇയറിൽ ഉണ്ടാവുക, 4 എലക്ടീവും എക്സാമിന് കേട്ടോ. ദെൻ തേർഡ് ഇയറിൽ 5th സെമ്മും അതേപോലെ 6th സെമ്മും. 5th സെമ്മില് BEGC 111 വിമൻസ് റൈറ്റിംഗ് ആൻഡ് BEGC 112 ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഏർലി 20th സെഞ്ചുറി. ഇത് രണ്ടുമാണ് കോർ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ദെൻ സെമസ്റ്റർ 6ല് BEGC 113 മോഡേൺ യൂറോപ്യൻ ഡ്രാമ, ദെൻ BEGC 114 പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചേഴ്സ്. ഈ 2 കോർ പേപ്പേഴ്സ്. അപ്പൊ ഇത്രയാണ് 14 കോർ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ഫുള്ളി ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ് കോർ സബ്ജക്റ്റിൽ ഉണ്ടാവുക കേട്ടോ. നെക്സ്റ്റ് ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്ടീവ് കോഴ്സസ്. 4 പേപ്പേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുണ്ടാവുക 3 വർഷത്തേക്ക് എന്ന് പറഞ്ഞു. അതില് ഫസ്റ്റ് വൺ വരുന്നത് BEGE 141 അണ്ടർസ്റ്റാൻഡിങ് പ്രോസ്, ദെൻ BEGE 142 അണ്ടർസ്റ്റാൻഡിങ് ഡ്രാമ. ഇത് നമുക്ക് 6th സെമ്മിലാണ് ഉണ്ടാവുക കേട്ടോ. Then BEGE 143 understanding poetry, BEGE 144 understanding the novel. ഇത്രയാണ് 4 ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സ്. 5th സെമ്മിലും 6th സെമ്മിലും ആയിട്ടാണ് ഈ എലക്ടീവ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സസ്. ഇത് നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും കോമൺ ആയിട്ട് വരുന്ന സബ്ജക്റ്റുകളാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് 2 പേപ്പർ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ വരുന്നത് BAE 181 എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആൻഡ് നെക്സ്റ്റ് BEGAE 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഈ 2 പേപ്പർ ആണ് നിങ്ങൾക്ക് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ട് വരുന്നത്. ഇത് കമ്പൽസറി കോഴ്സ് ആണ്, കോമൺ പേപ്പർ ആണ്. നെക്സ്റ്റ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ്. ഇതിൽ നമുക്ക് 2 സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ വരുന്നത് BPAG 174 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, BPCG 173 സൈക്കോളജി ഫോർ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. ഇത് രണ്ടുമാണ് നമുക്ക് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ട് വരുന്നത്. ജനറിക് എലക്ടീവ്സ്. ഇതിൽ 4 സബ്ജക്റ്റ് ആയിരിക്കും നമുക്ക് പഠിക്കാനുണ്ടാവുക. ഫസ്റ്റ് ഇയറിൽ 2 എണ്ണം ആൻഡ് സെക്കൻഡ് ഇയറിൽ 2 എണ്ണം. ഫസ്റ്റ് ഇയറിൽ വരുന്നത് BSOG 171 ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റീസ്, ദെൻ സെക്കൻഡ് പേപ്പർ വരുന്നത് BGDG 172 ജെൻഡർ സ്റ്റഡീസ്. ഇത് രണ്ടുമാണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ വരുന്ന എലക്ടീവ്സ്. അതായത് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന, ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്ന എലക്ടീവ് ആട്ടോ ജനറിക് എലക്ടീവ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. നമ്മുടെ ലേൺ വൈസിൽ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ 4 സബ്ജക്ട്സിനാണ്. ഫസ്റ്റ് ഇയറിൽ ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റീസും അതേപോലെ ജെൻഡർ സെൻസിറ്റൈസേഷനും. സെക്കൻഡ് ഇയറിൽ വരുമ്പം BCOS 184 ഇ കോമേഴ്സ്, BCOS 183 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഇത് രണ്ടുമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന 4 എലക്ടീവ്സ് 2 വർഷത്തേക്കായിട്ട്. ഓക്കെ, നെക്സ്റ്റ് സിലബസ് ഓവർവ്യൂ ആൻഡ് അനാലിസിസ്. നമ്മൾ ഹോൾ ടോട്ടൽ ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് സെമസ്റ്ററിലെയും സെക്കൻഡ് സെമസ്റ്ററിലെയും 2 സെമസ്റ്റർ വൈസ് ആയിട്ടുള്ള സബ്ജക്റ്റിന്റെ ഡിസ്ട്രിബ്യൂഷനും അതേപോലെ തന്നെ കണ്ടന്റ്സും ആണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സെമസ്റ്റർ 1 ഞാൻ പറഞ്ഞു 2 കോർ പേപ്പറും അതേപോലെ തന്നെ 2 ലെക്ചേഴ്സും ആയിരിക്കും നമുക്ക് ഉണ്ടാവാം. ഫസ്റ്റ് വരുന്നത് ഫസ്റ്റ് കോർ പേപ്പർ എന്ന് പറയുന്നത് BEGC 101 ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ. അപ്പൊ അതിനകത്ത് നമുക്ക് 4 ബ്ലോക്ക് ആണ് ടോട്ടൽ വരുന്നത്. ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത് കാളിദാസയുടെ അഭിജ്ഞാന ശാകുന്തളം. അതിനകത്ത് 4 യൂണിറ്റുകൾ. ഫസ്റ്റ് യൂണിറ്റ് ഡീൽ ചെയ്യുന്നത് ഇന്ത്യൻ ഈസ്തെറ്റിക്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ. ഈസ്തെറ്റിക്സിനേക്കുള്ള ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. കുറച്ച് റൈറ്റേഴ്സിനെയൊക്കെ പരിചയപ്പെടുത്തും. ദെൻ ഒരു ചെറിയൊരു ഹിസ്റ്ററി പാർട്ടും ഉണ്ടാവും. ദെൻ യൂണിറ്റ് 2 വരുമ്പം കാളിദാസയുടെ ഒരു ഓവർവ്യൂ, കാളിദാസയുടെ റൈറ്റിംഗ്സിലേക്കുള്ള ഒരു ഓവർവ്യൂ ആണ് യൂണിറ്റ് 2 ഡീൽ ചെയ്യുന്നത്. ആൻഡ് യൂണിറ്റ് 3 അഭിജ്ഞാന ശാകുന്തള ടെക്സ്റ്റുവൽ അനാലിസിസ്. Then Unit 4, Vijnana Shakuntala, Character Analysis and Critical Perspective. ഈ ഒരു വർക്കിനെ സർക്കുലേറ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റുകളാണ് 4 വരുന്നത്. Then next block 2 വരുന്നത് വ്യാസയുടെ മഹാഭാരത. മഹാഭാരതത്തിലെ ഒരു പാർട്ട്, ഒരു ഡൈസിങ് പാർട്ട് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു ബ്ലോക്കിലും 4 യൂണിറ്റുകളാണ് ഉണ്ടാവുക. ഫസ്റ്റ് യൂണിറ്റ് മഹാഭാരതയുടെ ഒരു ഓവർവ്യൂ, ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിരിക്കും. യൂണിറ്റ് 2 വരുന്നത് ദ ഡൈസിങ് ഫ്രം ദ ബുക്ക് ഓഫ് ദി അസംബ്ലി ഹാൾ.
Unit 3, the sequel to the dicing, a reading. Unit 4, the temptation of Karna from the Udyoga Parva. അപ്പോൾ ഈ ഒരു ഡൈസിങ് സീക്വലും അതേപോലെ തന്നെ ടെംപ്ടേഷൻ ഓഫ് ഡൈസിങ് സീക്വലിൽ തന്നെ ഒരു പാർട്ടായിട്ടുള്ള കർണയുടെ ടെംപ്ടേഷനും, ഇത് രണ്ടുമാണ് നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ പഠിക്കാനുണ്ടാവുക. അതിന്റെ ടെക്സ്റ്റുവൽ അനാലിസിസും അതുപോലെ തന്നെ ക്യാരക്ടർ അനാലിസിസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും യൂണിറ്റുകളിൽ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ബ്ലോക്ക് വരുന്നത് ശൂദ്രകയുടെ മൃച്ഛകടിക. മൃച്ഛകടികയിലും 4 യൂണിറ്റുകളാണ് ഉള്ളത്. ഐ മീൻ ഈ ബ്ലോക്കിലും 4 യൂണിറ്റുകളാണ് ഉള്ളത് റിലേറ്റഡ് ടു ദിസ് വർക്ക്. മൃച്ഛകടിക റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് 1 വരുന്നത് ശൂദ്രക എന്നുള്ള ഓഥർ അതുപോലെ തന്നെ സ്പ്ലേ റൈറ്റിംഗ്സ് തമ്മിൽ ഒക്കെ ഉള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. ദെൻ യൂണിറ്റ് 2 മൃച്ഛകടിക പ്ലോട്ട് സ്ട്രക്ചർ അനാലിസിസ്. ഓക്കെ, സ്റ്റോറിയുടെ പ്ലോട്ട് അതുപോലെ തന്നെ റിലേറ്റഡ് അനാലിസിസും കാര്യങ്ങളും. യൂണിറ്റ് 3 തീംസും അതേപോലെ thematic concerns in Shudragas മൃച്ഛകടിക. Then unit 4 മൃച്ഛകടിക facets of characterization. നെക്സ്റ്റ് ബ്ലോക്ക് 4 വരുന്നത് സിലപ്പതികാരം. സിലപ്പതികാരത്തിലും 4 യൂണിറ്റുകളാണ് ഉണ്ടാവുക റിലേറ്റഡ് ടു ദിസ് വർക്ക്. യൂണിറ്റ് 1 സംഘം ലിറ്ററേച്ചർ ആൻഡ് ഇൻട്രൊഡക്ഷൻ. യൂണിറ്റ് 2 ഡീൽ ചെയ്യുന്നത് സിലപ്പതികാരം ടെക്സ്റ്റുവൽ അനാലിസിസ്. ആൻഡ് യൂണിറ്റ് 3 ദ ഡിവൈൻ, ദ ഹ്യൂമൻ ആൻഡ് ദി ഇമോർട്ടലൈസ്ഡ് ക്യാരക്ടേഴ്സ് ഇൻ സിലപ്പതികാരം. Then unit 4 അകം ആൻഡ് പുറം പോയട്രി ഇൻ സിലപ്പതികാരം. അപ്പോൾ ഓരോ ബ്ലോക്കും ഓരോ വർക്കിനെ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് ഓരോ ബ്ലോക്കിലെയും കണ്ടന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് കോർ സബ്ജക്ട് എന്ന് പറയുന്നത് BEGC 102 യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ. ഇതിനകത്തും 4 ബ്ലോക്കുകളാണ് വരുന്നത്. ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത് ഹോമറിന്റെ ഇലിയാഡ്. 4 യൂണിറ്റുകളാണ് ഈ ഒരു ബ്ലോക്കിൽ ഉണ്ടാവുക. Concentrating on this work, Iliad. Unit 1 approaching the Iliad, the epic and the Homeric tradition. Unit 2 the Homeric hero. Unit 3 war in the Homeric age, honor versus horror. Then unit 4 towards a political ethics, moral philosophy or cultural norms. Then block 2 സോഫോക്ലിസിന്റെ Oedipus Rex ആണ് വർക്ക് വരുന്നത്. അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള 4 യൂണിറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. യൂണിറ്റ് 1 ഗ്രീക്ക് തിയേറ്റർ മേജർ പ്ലേ റൈറ്റ്സ്. യൂണിറ്റ് 2 Oedipus Rex summary and analysis. Then യൂണിറ്റ് 3 Oedipus Rex and Aristotle 3 unities. Then unit 4 Oedipus Rex a classical and a modern tragedy. Then block 3 വരുന്നത് പ്ലോട്ടസിന്റെ പോട്ട് ഓഫ് കോൾഡ്. അതിനകത്തും 4 യൂണിറ്റുകളാണ് ഉണ്ടാവുക. യൂണിറ്റ് 1 റോമൻ കോമഡി. ദെൻ യൂണിറ്റ് 2 പോട്ട് ഓഫ് കോൾഡ് 1. ദെൻ യൂണിറ്റ് 3 പോട്ട് ഓഫ് കോൾഡ് 2 ആൻഡ് യൂണിറ്റ് 4 പോട്ട് ഓഫ് കോൾഡ് 3 ക്രിട്ടിക്കൽ പെർസ്പെക്ടീവ്സ് ആയിട്ട് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് ബ്ലോക്ക് 4 ഹൊറൈസ് ആൻഡ് ഒവിഡ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 5 യൂണിറ്റുകളാണ് ഈ ഒരു ബ്ലോക്കിൽ ഉണ്ടാവുക. യൂണിറ്റ് 1 വരുന്നത് റോമൻ ലിറ്ററേച്ചർ ആൻഡ് ഇൻട്രൊഡക്ഷൻ. യൂണിറ്റ് 2 വരുന്നത് ഹൊറൈസ് ലൈഫ് ആൻഡ് വർക്ക്സ്. Then unit 3 Horace textual analysis of satire. Then unit 4 Ovid life literature works and backwards. Then unit 5 Pyramus and this book 4 അതേപോലെ തന്നെ ഫിലോമില book 6 ഇത്രയാണ് block 4 ഉണ്ടാവുക. Then next subject ability enhancement compulsory course ആണ്. അതിനകത്ത് എൻവയോൺമെന്റൽ സ്റ്റഡീസും അതേപോലെ തന്നെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് BE-BAE 181 എൻവയോൺമെന്റൽ സ്റ്റഡീസ്. ഇതിനകത്ത് ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത് an introduction to environment and environmental issues. 3 യൂണിറ്റുകളാണ് ഈ ഒരു ബ്ലോക്കിൽ ഉള്ളത്. ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് our environment, സെക്കൻഡ് യൂണിറ്റ് വരുന്നത് ecosystem and തേർഡ് യൂണിറ്റ് major ecosystem. Then second block natural resources 4 യൂണിറ്റുകളാണ്. യൂണിറ്റ് 1 വരുന്നത് land and water. Then next unit വരുന്നത് forest resources and next unit biodiversity value and the services. Then unit 7 energy resources. ഇത് എല്ലാം environmental issues relate ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ് ഈ ഒരു സബ്ജക്റ്റിൽ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, സോ ബ്ലോക്ക് 3 വരുന്നത് environmental issues and concerns. 4 യൂണിറ്റുകളാണ് ഉണ്ടാവുക. Unit 8 biodiversity threats and conservation, and unit 9 environmental pollution and hazard. Unit 10 waste management. Unit 11 global environmental issues. The next block 4 protecting our environment policies and practices.
3 യൂണിറ്റുകളാണ് ഉണ്ടാവുക. യൂണിറ്റ് 12 എൻവയോൺമെന്റൽ ലെജിസ്ലേഷൻ, യൂണിറ്റ് 13 ഹ്യൂമൻ കമ്മ്യൂണിറ്റീസ് ആൻഡ് എൻവയോൺമെന്റ്, ആൻഡ് യൂണിറ്റ് 14 എൻവയോൺമെന്റൽ എത്തിക്സ്. ഇത്രയാണ് ബ്ലോക്ക് 4 വരുന്ന യൂണിറ്റ്സ്. നെക്സ്റ്റ് ജനറിക് എലക്ടീവ്. ജനറിക് എലക്ടീവില് നമുക്ക് വരുന്ന സബ്ജക്ട് BSOG 171 ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റീസ്. അതിനകത്ത് ഫസ്റ്റ് ബ്ലോക്കില് ഇന്ത്യൻ സൊസൈറ്റിയില് ഹൗ എന്താണ് ഇന്ത്യയുടെ ഡെവലപ്മെന്റ് ഒക്കെ എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യുന്നത് എന്നുള്ള ഒരു തീമിലാണ് ഈ ഒരു പേപ്പർ പോകുന്നത്. ഓക്കെ, ആൻഡ് ബ്ലോക്ക് അതിന്റെ ഒരു കേസ് സ്റ്റഡി മോഡായിട്ടാണ് ഇന്ത്യൻ സൊസൈറ്റി എന്നുള്ള പേപ്പർ വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്ന ഐഡിയാസ് ഓഫ് ഇന്ത്യ 3 യൂണിറ്റുകളാണ്. യൂണിറ്റ് 1 സിവിലൈസേഷൻ ആൻഡ് കൾച്ചർ, സെക്കൻഡ് യൂണിറ്റ് ഇന്ത്യ ആസ് എ കോളനി, ദെൻ തേർഡ് യൂണിറ്റ് നാഷൻ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി. സെക്കൻഡ് ബ്ലോക്കില് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പ്രോസസ്സസ് 7 യൂണിറ്റുകളാണ് വരുന്നത്. വില്ലേജ് ഇന്ത്യ, അർബൻ ഇന്ത്യ, ലാംഗ്വേജ് ആൻഡ് റിലിജിയൻ, കാസ്റ്റ് ആൻഡ് ക്ലാസ്, ട്രൈബ് ആൻഡ് എത്നിസിറ്റി, ഫാമിലി ആൻഡ് മാരേജ്, കിൻഷിപ്പ്. ഒരു ഹിസ്റ്റോറിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പേപ്പർ ആണ് ഈ ഒരു ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ബ്ലോക്ക് 3 ക്രിട്ടിക്സ്. 2 യൂണിറ്റുകളാണ് ഈ ഒരു ബ്ലോക്കിൽ ഉള്ളത്. ക്ലാസ്, പവർ ആൻഡ് ഇനീക്വാലിറ്റി ആൻഡ് റെസിസ്റ്റൻസ് ആൻഡ് പവർ, 2 യൂണിറ്റുകൾ. സോ ഇനി സെമസ്റ്റർ 2 ഇത്രയാണ് ഫസ്റ്റ് സെമിലെ പേപ്പേഴ്സ്. 2 കോർ സബ്ജക്റ്റും 2 എലക്ടീവ്സും ആയിട്ട്. ഇനി നെക്സ്റ്റ് സെക്കൻഡ് സെമസ്റ്ററിൽ 2 കോർ പേപ്പറും 2 എലക്ടീവ്സും ആയിട്ടാണ് സെക്കൻഡ് സെമസ്റ്ററിലും വരാം. സോ മൂവിങ് ഓൺ ടു കോർ പേപ്പർ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ BEGC 103 ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. ഇതിനകത്ത് 4 ബ്ലോക്കുകളാണ് ഉണ്ടാവുക. ഫസ്റ്റ് ബ്ലോക്കിൽ ടൈഗർ ഫോർ മാൽഗുഡി എന്നുള്ള വർക്കിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള യൂണിറ്റുകളാണ്. 4 യൂണിറ്റുകളാണ് ടോട്ടൽ ഉണ്ടാവുക. യൂണിറ്റ് 1 വരുന്നത് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. ദെൻ യൂണിറ്റ് 2 ടൈഗർ ഫോർ മാൽഗുഡി ഡീറ്റെയിൽഡ് സമ്മറി. ദെൻ യൂണിറ്റ് 3 ടൈഗർ ഫോർ മാൽഗുഡി അനാലിസിസ്. യൂണിറ്റ് 4 ടൈഗർ ഫോർ മാൽഗുഡി സ്റ്റൈൽ ആൻഡ് ക്യാരക്ടറൈസേഷൻ. ആൻഡ് ബ്ലോക്ക് 2 ദ ബൈൻഡിങ് വൈൻ. ബൈൻഡിങ് വൈൻ എന്നുള്ള നോവലിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള യൂണിറ്റുകളാണ് ഈ ഒരു ബ്ലോക്കിൽ ഉണ്ടാവുക. 4 യൂണിറ്റുകളാണ് ഉള്ളത്. യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ദ നോവൽ, യൂണിറ്റ് 2 ദ ബൈൻഡിങ് വൈൻ സമ്മറി ആൻഡ് അനാലിസിസ്, യൂണിറ്റ് 3 ദ ബൈൻഡിങ് വൈൻ തീംസ്, യൂണിറ്റ് 4 ദ ബൈൻഡിങ് വൈൻ ക്യാരക്ടറൈസേഷൻ. ദെൻ ബ്ലോക്ക് 3 ഡീൽ ചെയ്യുന്നത് പോയട്രി ആണ്. നമുക്ക് 4 പോയറ്റ്സും അവരുടെ പോയം 2 3 പോയംസും ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, 4 യൂണിറ്റുകളാണുള്ളത്. ഓരോ യൂണിറ്റുകളും ഓരോ പോയറ്റിനെയും അതേപോലെ തന്നെ അവരുടെ വർക്കിനെയും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, യൂണിറ്റ് 1 സരോജിനി നായിഡു, ദെൻ യൂണിറ്റ് 2 നസീം എസിക്കലിന്റെ പോയംസ് നൈറ്റ് ഓഫ് ദി സ്കോർപിയോൺ, ദെൻ യൂണിറ്റ് 3 AK രാമാനുജന്റെ റിവർ എന്നുള്ള പോയം, ദെൻ യൂണിറ്റ് 4 കമലാദാസിന്റെ ബ്ലഡ്, മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്നുള്ള പോയംസ്. ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്ക് 4 ഷോർട്ട് സ്റ്റോറി. ബ്ലോക്ക് 4 നമുക്ക് 3 ഷോർട്ട് സ്റ്റോറീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഷോർട്ട് സ്റ്റോറി എന്നുള്ള ഫസ്റ്റ് യൂണിറ്റ് വരുന്ന ഷോർട്ട് സ്റ്റോറി എന്നുള്ള ജേണറിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, ഹൗ ഇറ്റ് ബിക്കംസ് ഒരു ഇന്നോവേഷൻ ആയിട്ട് എങ്ങനെ വന്നു എന്നുള്ളതൊക്കെയാണ് ഇൻട്രൊഡക്ഷനിൽ പറയുക. ആൻഡ് യൂണിറ്റ് 2 ദ ലാസ്റ്റ് ചൈൽഡ് ബൈ മുൽക്ക് രാജ് ആനന്ദ്, ആൻഡ് യൂണിറ്റ് 3 പറയുന്ന സ്റ്റോറി ദ അതർ വുമൻ ബൈ ദീന മെഹ്ത, യൂണിറ്റ് 4 വരുന്നത് സ്വിമ്മിംഗ് ലെസൺസ് ബൈ റോഹൻ ഡൻമിസ്ട്രി. ഇത്രയും ഷോർട്ട് സ്റ്റോറീസ് ആണ് നമുക്ക് ബ്ലോക്ക് 4 പഠിക്കാനുള്ളത്. സോ ദാറ്റ്സ് അബൌട്ട് ഇന്ത്യൻ റൈറ്റിംഗ്. ആൻഡ് നെക്സ്റ്റ് കോർ സബ്ജക്ട് വരുന്നത് BEGC 104 ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമ 14 to 17 centuries. ഇതിനകത്തും നമുക്ക് 4 ബ്ലോക്കുകളാണ് ഉള്ളത്. ബ്രിട്ടീഷ് ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സും അതേപോലെ തന്നെ ഓതേഴ്സ് ആൻഡ് ആ ഒരു ടൈം പീരീഡും 14 to 17 century ആണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ബ്ലോക്ക് 1 ചോസർ ആൻഡ് സ്പെൻസർ 4 യൂണിറ്റുകളാണ് ഉള്ളത്. യൂണിറ്റ് 1 ചോസർ ലൈഫ് ആൻഡ് വർക്ക്സ്, യൂണിറ്റ് 2 ദ വൈഫ് ഓഫ് ബാത്ത്സ് പ്രൊലോഗ്, യൂണിറ്റ് 3 സ്പെൻസർ ലൈഫ് ആൻഡ് വർക്ക്സ്, യൂണിറ്റ് 4 എമോററ്റി സോണറ്റ്സ്. നെക്സ്റ്റ് ബ്ലോക്ക് 2 ഷേക്സ്പിയർ ആൻഡ് ഡോണിന്റെ വർക്ക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിനകത്തും 4 യൂണിറ്റുകളാണ് ഉള്ളത്. യൂണിറ്റ് 1 വരുന്നത് ഷേക്സ്പിയർ ലൈഫ് ആൻഡ് വർക്ക്സ്, ഷേക്സ്പിയറിന്റെ സോണറ്റ്സ് ആണ് യൂണിറ്റ് 2 നമുക്ക് പഠിക്കാനുള്ളത്. 18, 15 and 65 സോണറ്റ്സ്. ആൻഡ് യൂണിറ്റ് 3 ജോൺ ഡോണിന്റെ ലൈഫ് ആൻഡ് വർക്ക്സിലേക്കുള്ള ഒരു ഇൻട്രോ. ആൻഡ് യൂണിറ്റ് 4 ഡോണിന്റെ സൺ റൈസിംഗ് ആൻഡ് ബി നോട്ട് പ്രൗഡ്, ഈ 2 പോയട്രി ആണ് പഠിക്കാനുണ്ടാവുക.
ആൻഡ് ബ്ലോക്ക് 3 മാറലോടെ ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്നുള്ള വർക്കാണ് പഠിക്കാനുള്ള. ഈ ഒരു ബ്ലോക്കിൽ 4 യൂണിറ്റ് ആണ് ഉണ്ടാവുക. 4ഉം ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്നുള്ള വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. യൂണിറ്റ് 1 മാർലോ ലൈഫ് ആൻഡ് വർക്ക്സ്, യൂണിറ്റ് 2 deals with textual analysis, and unit 3 deals with themes of Dr. Faustus, and unit 4 critical perspectives for retelling. Next, block 4 ഷേക്സ്പിയറിന്റെ മാക്ബത്ത്. 4 യൂണിറ്റുകളാണ് ഇതിനകത്ത് ഉണ്ടാവുക. 4 യൂണിറ്റുകൾ മാക്ബത്തിനെ റിലേറ്റ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഉള്ളത്. യൂണിറ്റ് 1 മാക്ബത്ത് ആൻഡ് ഇൻട്രൊഡക്ഷൻ, യൂണിറ്റ് 2 മാക്ബത്ത് പാർട്ട് 1, യൂണിറ്റ് 3 മാക്ബത്ത് പാർട്ട് 2, ആൻഡ് യൂണിറ്റ് 4 മാക്ബത്ത് ക്രിട്ടിക്കൽ റെസ്പോൺസസ്. That's all about British poetry. And next വരുന്നത് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സ് ആണ്. നമുക്ക് സെക്കൻഡ് സെമസ്റ്ററിൽ ഉള്ളത് BEGAE 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന പേപ്പർ ആണ്. ഇതിനകത്ത് ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നത് അണ്ടർസ്റ്റാൻഡിങ് കമ്മ്യൂണിക്കേഷൻ, ബേസിക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആയിരിക്കും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ബ്ലോക്ക് 1 വരുന്നത് അണ്ടർസ്റ്റാൻഡിങ് കമ്മ്യൂണിക്കേഷൻ. 3 യൂണിറ്റുകളാണ് ഉള്ളത്. First unit, the process of communication. Second unit, the globalization of communication, a global village. And third unit, verbal and non-verbal communication. Next, block 2 deal ചെയ്യുന്നത് listening and speaking in informal and formal context. Formal writing ഉം informal writing ഉം പഠിക്കുന്ന ഒരു ബ്ലോക്ക് ആണിത്. 4 ബ്ലോക്ക് ആണ് ഉണ്ടാവുക. 4 യൂണിറ്റ് ആണ് ഉണ്ടാവുക. ഫസ്റ്റ് യൂണിറ്റ് informal interpersonal functions. Then second unit, making inquiries or asking questions. Third unit, group discussions and meetings. Fourth unit, presentation skills, essentials of presentation. Then block 3 deals with reading and writing skills. 4 യൂണിറ്റുകളാണ് ഈ ബ്ലോക്കിൽ ഉള്ളത്. ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് the reading skill. Then second unit, vocabulary development. Third unit, the writing skill, some basic guidelines. Then fourth unit, the language of formal letters. And next വരുന്നത് ജനറിക് എലക്ടീവ്. സെക്കൻഡ് സെമസ്റ്ററിലെ ജനറിക് എലക്ടീവ് എന്ന് പറയുന്നത് BGDT 172 ജെൻഡർ സെൻസിറ്റൈസേഷൻ, ജെൻഡർ സ്റ്റഡീസ്, ജെൻഡർ സെൻസിറ്റൈസേഷൻ, സൊസൈറ്റി ആൻഡ് കൾച്ചർ. ഈ പേപ്പർ ആണ്. ഫസ്റ്റ് ബ്ലോക്കിൽ ഇത് ജെൻഡർ ഇഷ്യൂസിന് ഡീൽ ചെയ്യുന്ന ഒരു പേപ്പർ ആണ്. ടോട്ടൽ നമുക്ക് ജെൻഡർ ഇഷ്യൂസ് ആയിരിക്കും പഠിക്കാനുണ്ടാവുക കേട്ടോ. ബ്ലോക്ക് 1 വരുന്നത് കൺസെപ്ച്വലൈസിങ് ജെൻഡർ. 4 യൂണിറ്റുകളാണ് ഉണ്ടാവുക. ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് അണ്ടർസ്റ്റാൻഡിങ് ജെൻഡർ ആൻഡ് റിലേറ്റഡ് കൺസെപ്റ്റ്സ്. ദെൻ സെക്കൻഡ് യൂണിറ്റ് ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റീസ്. And third unit, masculinities. Fourth unit, gender in everyday life. Second block deal ചെയ്യുന്നത് gender and family. 2 യൂണിറ്റുകളാണ് ഉണ്ടാവുക. Family and marriage, motherhood. Then third block deal ചെയ്യുന്നത് gender and work. 2 യൂണിറ്റുകളാണ് ഉള്ളത്. Gendering workഉം അതുപോലെ തന്നെ gender issues in work and labor market. And next, fourth block health and gender. 2 യൂണിറ്റുകളാണ് ഉള്ളത്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, പിന്നെ സെക്കൻഡ് യൂണിറ്റ് വരുന്നത് ജെൻഡർ ആൻഡ് ഡിസബിലിറ്റീസ്. ആൻഡ് ഫിഫ്ത് ബ്ലോക്ക് വരുന്നത് ജെൻഡർ, ലോ ആൻഡ് സൊസൈറ്റി. 2 യൂണിറ്റുകളാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ജെൻഡർ ബേസ്ഡ് വയലൻസ്, ദെൻ സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ്. ഇത്രയുമാണ് ജെൻഡർ സെൻസിറ്റൈസേഷൻ എന്നുള്ള ബ്ലോക്ക് 6 ഉണ്ടല്ല. ബ്ലോക്ക് 6 വരുന്നത് ജെൻഡർ റെപ്രസെന്റേഷൻ ആൻഡ് മീഡിയ. 3 യൂണിറ്റുകളാണ് ഉള്ളത്. ലാംഗ്വേജ് ആൻഡ് ജെൻഡർ, ജെൻഡർ ആൻഡ് മീഡിയ, റീഡിംഗ് ആൻഡ് വിഷ്വലൈസിംഗ്. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ജെൻഡർ സെൻസിറ്റൈസേഷൻ. ആൻഡ് ഇത്രയുമാണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ റൈറ്റ് നൗ. ബ്ലോക്ക് 6 ജെൻഡർ റെപ്രസെന്റേഷൻ ആൻഡ് മീഡിയ 3 യൂണിറ്റുകളാണ് ഉണ്ടാവുക. ലാംഗ്വേജ് ആൻഡ് ജെൻഡർ, ജെൻഡർ ആൻഡ് മീഡിയ, റീഡിംഗ് ആൻഡ് വിഷ്വലൈസിംഗ് ജെൻഡർ, 3 യൂണിറ്റുകൾ. ഹോൾ ടോട്ടൽ പേപ്പർ ഡീൽ ചെയ്യുന്നത് ഈ ഒരു ജെൻഡർ ഇഷ്യൂസ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, ക്ലിയർ അല്ലേ പേപ്പർ സബ്ജക്റ്റിന്റെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ? രജിസ്ട്രേഷൻ ചെയ്യാത്തവര്, യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ചെയ്യാത്തവര് ശ്രദ്ധിക്കുക. ലേൺ വൈസ് ക്ലാസ്സസ് പ്രൊവൈഡ് അതായിരിക്കും. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്സ് കുറച്ച് ലേറ്റ് ആവുന്നത് കാരണം നിങ്ങൾക്ക് വൺസ് ടെക്സ്റ്റ് ബുക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോ ക്ലാസ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് നേരത്തെ സബ്ജക്ട്സിലേക്കുള്ള ഒരു കേസ് സ്റ്റഡി ഒക്കെ കിട്ടും. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കോഴ്സ് കംപ്ലീഷനും അസൈൻമെന്റ്സിലേക്കൊക്കെ മൂവ് ചെയ്യാവോ? അപ്പൊ ഇനി കോഴ്സ് കംപ്ലീഷൻ ഡീറ്റെയിൽസ് പറയുന്നത് കാവ്യ മാം ആയിരിക്കും. കാവ്യ മാം, ഓവർ ടു യു.
All right. Thank you, Michelle ma'am. And നമ്മൾ ഇനി കോഴ്സ് കംപ്ലീഷനിലേക്കാണ് കടക്കാൻ പോകുന്നത്. നിങ്ങളുടെ BA ഇംഗ്ലീഷ് ഓണേഴ്സ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നെസസറി ആയിട്ട് നമ്മളുടെ മൈൻഡിൽ ഉണ്ടാവേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് മീ ജസ്റ്റ് ഷെയർ ദ സ്ക്രീൻ വിത്ത് യു. ഓൾ റൈറ്റ്. സോ നമ്മൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിനെ കുറിച്ചാണ് ഫസ്റ്റ് അറിയാൻ പോകുന്നത്. നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിന്നാണ് ഡിഗ്രി ചെയ്യുന്നത് എന്നുള്ളത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി അറിയണ്ടാവണം. ഓക്കെ, സോ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിനെ കുറിച്ചും പിന്നെ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് എന്നുള്ള ധാരണ നിങ്ങൾക്കും വേണം. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ ബ്രീഫ്ലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വേൾഡ്സ് ലാർജസ്റ്റ് യൂണിവേഴ്സിറ്റി ആണ് നമ്മൾ ഇഗ്നോ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ വേൾഡ്സ് ലാർജസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സമയത്ത് വേൾഡ്സ് ലാർജസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ നമ്മളുടെ വേൾഡിലെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പഠിക്കുന്ന വൺ ഓഫ് ദ യൂണിവേഴ്സിറ്റി ആണ് ഇത്. വേറെ എവിടെയും ഇത്ര കൂടുതൽ സ്റ്റുഡൻസ് പഠിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ആൻഡ് വേൾഡ്സ് ലാർജസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് ഡീംഡ് ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ്. ഇന്ത്യന്റെ വൺ ഓഫ് ദ ലീഡിംഗ് ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ടാണ് ഇഗ്നോനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ആൻഡ് ഇതിൽ ഓപ്പൺ കോഴ്സസ് ആൻഡ് ഡിസ്റ്റന്റ് കോഴ്സസ് ഉണ്ട്. എന്താ പറയാ, ഓപ്പൺ ആയിട്ട് സ്കൂളിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ഇപ്പൊ +2 ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ ഓപ്പൺ എഡ്യൂക്കേഷൻ സിസ്റ്റമും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡിസ്റ്റന്റ് ലേണിംഗും കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ, നമ്മളുടെ സ്കൂൾ ഓഫ് സ്റ്റഡി വരുന്നത് സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസിലാണ് BA ഇംഗ്ലീഷ് പെടുന്നത്. അപ്പൊ അതേപോലെ തന്നെ സ്കൂൾ ഓഫ് സ്റ്റഡീസ് എത്ര ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ 21 സ്കൂൾ ഓഫ് സ്റ്റഡീസ് ഇഗ്നോയിൽ തന്നെ ഉണ്ട്. അപ്പൊ ഹ്യൂമാനിറ്റീസ് അല്ലാണ്ട് കമ്പ്യൂട്ടേഴ്സ്, പിന്നെ കൊമേഴ്സ്, അതേപോലെ തന്നെ നമുക്ക് ഇപ്പൊ പറയുകയാണെങ്കിൽ സയൻസ്, ആർട്സ്, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്കൂൾ ഓഫ് സ്റ്റഡീസ് ഇവിടെ ഉണ്ട്. ഏത് സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഡിഗ്രിയോ PGയോ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം ഇവിടെ ഉണ്ട്. ആൻഡ് മോർ ദാൻ ദാറ്റ് 67 റീജിയണൽ സെന്റേഴ്സ് ഉണ്ട്. 67 ടോട്ടൽ റീജിയണൽ സെന്റേഴ്സ് ഉണ്ട്. 12 ഓവർസീസ് സ്റ്റഡി സെന്റർ ഉണ്ട്. അപ്പം ഈ ഗൾഫിലൊക്കെ ഉള്ളവരാണെങ്കിൽ, ഔട്ട് ഓഫ് കൺട്രി ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർക്കും അവിടെ തന്നെ സ്റ്റഡി സെന്റേഴ്സ് അവൈലബിൾ ആണ്. ജസ്റ്റ് ഒരു ഡിഫറൻസ് വരുന്ന എന്താന്ന് വെച്ചാൽ ലാസ്റ്റ് സെഷനിൽ നമുക്ക് റൈസർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്താണ്, അവിടെ പോയിട്ട് നമ്മൾ കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടി വരും. ഇവിടെ ആണെങ്കിൽ ജസ്റ്റ് നമുക്ക് അവരുടെ വിളിച്ചു നോക്കി കഴിഞ്ഞാലോ അവരുടെ ഫോൺ നമ്പറോ ഇമെയിൽസോ ഒക്കെ അവൈലബിൾ ആയിരിക്കും. പക്ഷെ സ്റ്റഡി സെന്ററിലേക്ക് നമുക്ക് ഓവർസീസ് സ്റ്റഡി സെന്റർ ആണ്. ഇഫ് യു ആർ ഇൻ എന്താ പറയാ ദുബൈയിലോ സൗദിയിലോ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഡയറക്ട്ലി അവിടെ പോയിട്ട് സ്റ്റഡി സെന്റർ ആയിട്ട് സംസാരിച്ച് സെറ്റ് ആക്കേണ്ടി വരും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ 12 ഓവർസീസ് 12 ഡിഫറെന്റ് കൺട്രീസിൽ സ്റ്റഡി സെന്റേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയും കൂടെ ആണ്. ഓക്കെ, ദാറ്റ് ഇസ് അബൌട്ട് ഇഗ്നോ യൂണിവേഴ്സിറ്റി. നെക്സ്റ്റ്, അഡ്മിഷൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഐഡിയ കൂടെ നിങ്ങൾക്ക് വേണം. ഒബ്വിയസ്ലി നിങ്ങളുടേത് ഇവിടുന്നാണ് ചെയ്തു തരുന്നത്, അപ്പൊ എങ്ങനെയാണ് ചെയ്തു തരുന്നതെന്നും കൂടെ നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം. അപ്പൊ നമ്മൾ ഇഗ്നോന്റെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഫസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്യുക. രജിസ്ട്രേഷൻ നമ്മളുടെ ബേസിക് ഡീറ്റെയിൽസും പേരും വീട്ടുപേരും ഫോൺ നമ്പറും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുക. രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് ഒരു മെയിൽ വരുന്നതാണ് അല്ലെ. ഇതുവരെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയവർക്കൊക്കെ വന്നിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ ഇടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് നിങ്ങൾക്ക് കൺഫർമേഷൻ മെയിലും യൂസർ നെയിമും പാസ്വേഡും മാൻഡേറ്ററി ആയിട്ട് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. ലാസ്റ്റില് യൂസർ നെയിം കിട്ടിയില്ല, പാസ്വേഡ് കിട്ടിയില്ല, ID കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറെ പേര് കംപ്ലൈന്റ് ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും മെയിലായിട്ട് വരുന്നുണ്ടോ, നിങ്ങൾ യൂസ് ചെയ്യുന്ന മെയിലാണോ നിങ്ങൾ കൊടുത്തതെന്നൊക്കെ നിങ്ങൾ എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓൾ റൈറ്റ്. അപ്പം നിങ്ങളുടെ മെയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ചില സമയത്ത് അത് സ്പാം മെയിൽസിൽ പോവാറുണ്ട്, എന്ന് വെച്ചാൽ ജങ്ക് മെയിൽസിലേക്ക് പോവാറുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മൾ തിരയുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഈ പ്രൊമോഷണൽ ആഡ്സ് ഒക്കെ വരുന്നില്ലേ മെയിലില്, അതിന്റെ കൂട്ടത്തിൽ ചിലപ്പം സ്പാമിൽ പെട്ടുപോകും. അപ്പൊ അതിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസർ നെയിമും പാസ്വേഡ് സൂക്ഷിച്ചു വെക്കുക, ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഡയറിയിലോ ബുക്കിലോ ഭദ്രമായിട്ട് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക. അങ്ങനെ ആവുമ്പോൾ നമുക്ക് മെയിൽ ഡിലീറ്റ് ആയി പോയാലോ മെയിലിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാലോ നമുക്ക് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ആക്സസിബിൾ ആയിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏത് കോഴ്സാണോ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. യൂസർ നെയിമും പാസ്വേഡും തുറന്നിട്ട് സൈൻ ഇൻ ചെയ്തതിന് ശേഷം നമ്മൾ
എന്താണ് ഏത് കോഴ്സാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്ന് ഓപ്റ്റ് ചെയ്യുക. അതിനുശേഷം അവർ കുറച്ച് ഡോക്യുമെന്റ്സ് നിങ്ങളോട് ചോദിക്കും. അത് നിങ്ങളുടെ അഡ്മിഷൻ കൗൺസിലേഴ്സ് നിങ്ങളോട് ചോദിക്കും. +2 സർട്ടിഫിക്കറ്റ്, 10th സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെ കാര്യങ്ങളും ബർത്ത് സർട്ടിഫിക്കറ്റും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഡോക്യുമെന്റ്സ് അവർ ചോദിക്കുന്നതായിരിക്കും. മേ ബി ചിലപ്പോൾ ആധാർ കാർഡൊക്കെ ചോദിച്ചെന്ന് വരാം. അപ്പം അങ്ങനത്തെ റിക്വയർഡ് ഡോക്യുമെന്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം പേയ്മെന്റ് ചെയ്യുക. പേയ്മെന്റ് ഓൺലൈൻ മോഡിലാണ്. അപ്പൊ പേയ്മെന്റും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ മെന്റേഴ്സ് അല്ല, നിങ്ങളുടെ അഡ്മിഷൻ കൗൺസിലേഴ്സ് ആണ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ അവരെ കോണ്ടാക്ട് സേവ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഡ്മിഷൻ കൗൺസിലർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ലല്ലോ എന്ന് പറയാൻ പാടില്ല. ഓക്കെ. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു ഹവ് ഗോട്ട് കൺഫർമേഷൻ മെയിൽ ഫ്രം ഇഗ്നോ. ഇഗ്നോന്ന് കൺഫർമേഷൻ മെയിൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ആയെന്ന് നമുക്ക് 100% ഗ്യാരണ്ടിയോടെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഓരോ 1-2 ആഴ്ച ഗ്യാപ്പ് ഒക്കെ എടുക്കും. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് 1-2 ആഴ്ചന്റെ ഉള്ളിലാണ് കൺഫർമേഷൻ മെയിൽ വരിക. അപ്പൊ ഡെയിലി നിങ്ങൾ ഉറങ്ങുന്നതിന്റെ മുന്നേ നിങ്ങളുടെ മെയിൽ മസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ. ഓൾറൈറ്റ്. ഇനി സ്റ്റഡി സെന്റേഴ്സിന്റെ കാര്യം. എന്താണ് സ്റ്റഡി സെന്റേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന അഡ്രസ്സ് പ്രകാരം നിങ്ങൾക്ക് ഒരു എന്താ പറയാ സ്റ്റഡി സെന്റർ അലോട്ട് ചെയ്യപ്പെടും. എന്ന് വെച്ചാൽ നിങ്ങളിപ്പം കോഴിക്കോടാണെന്ന് വിചാരിക്കാം. കോഴിക്കോടാണ്, നിങ്ങൾ മലപ്പറമ്പാണ് താമസിക്കുന്നത്. അപ്പൊ അവിടുന്ന് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തുള്ള കോളേജ് ഏതാണോ, ക്ലിയർ ആയോ? ഇപ്പൊ JDT ഒക്കെയാണ് കോഴിക്കോടുള്ള മോസ്റ്റ് ആൾക്കാർക്ക് കിട്ടാറ്, JDT. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ വീട് എവിടെയാണോ, നിങ്ങൾ മലപ്പുറമാണോ, കൊല്ലമാണോ, എറണാകുളമാണോ, എവിടെ ആയാലും നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള സ്റ്റഡി സെന്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ. ഇനിയിപ്പം അതല്ല, നിങ്ങൾ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് ഒരു സ്ഥലത്താണ്, താമസിക്കുന്ന വേറെ ഒരു സ്ഥലത്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എവിടെയാണോ പോയിട്ട് നിങ്ങളുടെ അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ എളുപ്പമാവുക എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ട് വേണം സ്റ്റഡി സെന്റർ കൊടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ കൗൺസിലിംഗ്, ഒരു ഫേസ് ടു ഫേസ് കൗൺസിലിംഗ് ഉണ്ടാവും സ്റ്റഡി സെന്ററിൽ വെച്ചിട്ട്. ഇപ്പൊ നിങ്ങളുടെ അഡ്മിഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് 29 ജാനുവരി വരെയാണ് ഇപ്പം അവർ പറഞ്ഞിരിക്കുന്നത്. AB 29 ഫെബ്രുവരി വരെ ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. പക്ഷെ എന്നാണോ ഇത് കംപ്ലീറ്റ് ആയിട്ട് അഡ്മിഷൻ ക്ലോസ് ആവുന്നത്, അതിനുശേഷം സ്റ്റഡി സെന്ററിന്റെ ഒരു ഗ്രൂപ്പും അതേപോലെ തന്നെ സ്റ്റഡി സെന്ററിൽ നിങ്ങൾക്ക് കൗൺസിലിംഗിന് വേണ്ടിയിട്ടുള്ള ഒരു മെയിലും മെസ്സേജും വരും. ഇന്ന ഡേറ്റിന് 11 മണിക്ക് കൗൺസിലിംഗ് സെഷൻ, ഓറിയന്റേഷൻ സെഷൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്റ്റഡി സെന്റേഴ്സിൽ പോവുക. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയാ എങ്ങനെയാണ് അസൈൻമെന്റ് വെക്കേണ്ട കാര്യങ്ങളൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. നമ്മൾ ഇവിടുന്നും പറഞ്ഞുതരും, ബട്ട് അവിടെയും നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെന്ററിലും ഒരു കോൺടാക്ട് വെക്കുക. ബിക്കോസ് അൾട്ടിമേറ്റ്ലി നമുക്ക് അവിടെയാണ് കൊണ്ടുപോയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ. ഓക്കെ. ദെൻ ഇവാലുവേഷൻ ഓഫ് അസൈൻമെന്റ്സ് ആൻഡ് റിട്ടേൺസ് ഇറ്റ് ആഫ്റ്റർ. നമ്മൾ അസൈൻമെന്റ് എഴുതി കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ ജാനുവരി ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസംബറിലാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത്. ഡിസംബറിൽ എക്സാം വരുന്നതിന്റെ മുന്നേ ആയിട്ട് ഈ 8 പേപ്പേഴ്സ് നമ്മൾ നേരത്തെ സിലബസ് ഡീകോഡിംഗിൽ പഠിച്ചു. നമുക്ക് ഫസ്റ്റ് 2 സെമിസ്റ്റേഴ്സ് ടോട്ടൽ 8 പേപ്പേഴ്സ് ആണ്. 4 പേപ്പർ ആയിട്ട് 8 പേപ്പറാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ 8 പേപ്പേഴ്സ് നമ്മൾ സെപ്റ്റംബർ 31 കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. സെപ്റ്റംബർ 31 ആണ് നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് അസൈൻമെന്റ്സ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എവിടെയാണ് ഇത് അസൈൻമെന്റ്സ് കൊണ്ടുപോയി കൊടുക്കുന്നത്? സ്റ്റഡി സെന്ററിലാണ് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പൊ അവരാണ് നിങ്ങളുടെ പേപ്പേഴ്സ് ചെക്ക് ചെയ്യുന്നത്, അവരാണ് നിങ്ങളുടെ അസൈൻമെന്റ് ചെക്ക് ചെയ്തിട്ട് മാർക്ക് ഇടുന്നത്. അപ്പൊ അവിടെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ആൻഡ് അവിടുന്ന് തിരിച്ച് വാങ്ങുകയും ചെയ്യണം. അവിടെ കൊടുത്ത് വിട്ടേച്ച് പോരല്ല, അവിടെ കൊടുത്തിട്ട് തിരിച്ച് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എന്ന് കൂടെ അറിഞ്ഞിട്ട് വേണം നിങ്ങൾ തിരിച്ചു വരാൻ. ഓക്കെ. സോ നെക്സ്റ്റ് അവിടെ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം ലൈബ്രറി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അവിടെ ബുക്സ് പോയിട്ട് വായിക്കാം. അതേപോലെ തന്നെ ഓഡിയോ ആൻഡ് വീഡിയോ ടേപ്സും അവൈലബിൾ ആയിരിക്കും സ്റ്റഡി സെന്ററിൽ. ഓക്കെ. പിന്നെ എന്തെങ്കിലും പീസ് ഓഫ് ഇൻഫർമേഷനും അഡ്വൈസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് സ്റ്റഡി സെന്ററിൽ നിന്ന് അവര് പറയും. ഓക്കെ. അപ്പം ഈ അഡ്മിഷൻ ഒന്ന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് എല്ലാ ഇൻഫർമേഷൻസും കാര്യങ്ങളും അവർ തരുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് എന്താണ് അവിടെ പോയി കഴിഞ്ഞാലുള്ള ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫെലോ ലേണേഴ്സ്, നിങ്ങളുടെ ആ ഒരു ഏരിയന്ന്, നിങ്ങളുടെ ആ ഒരു പരിസരത്ത് നിന്ന് ഇഗ്നോയിൽ പഠിക്കുന്ന ബാക്കിയുള്ള സ്റ്റുഡൻസിനെയും നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റും. ഓക്കെ. ഇനി നെക്സ്റ്റ് ഫീസ് സ്ട്രക്ചർ. ഇപ്പം ഫുൾ പ്രോഗ്രാമിന് BAന്റെ ഫുൾ പ്രോഗ്രാമിന് 14,100 rupees ആണ് പറഞ്ഞിരിക്കുന്നത് ഫീസ്. ഓക്കെ. അതിൽ 4,700 rupees അറൗണ്ട്
പെർ ഇയർ കൊടുക്കേണ്ടി വരും. നമ്മൾ ഇഗ്നോയിൽ കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത്, ലേൺ വൈസ് അല്ല, ഇഗ്നോയിൽ കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് രജിസ്ട്രേഷൻ ഫീസ് 300 ഇൻക്ലൂഡ് ചെയ്തിട്ട് ടോട്ടൽ ഒരു 5000 റുപ്പീസ് രജിസ്ട്രേഷൻ ഫീസ് നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് ഇയർ രജിസ്ട്രേഷൻ ഫീസ് വരുന്നത് രജിസ്ട്രേഷൻ മാത്രമാണ് പറഞ്ഞത്, രജിസ്ട്രേഷൻ മാത്രം 300 ആണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൂടെ കൊടുക്കുമ്പോൾ നിങ്ങൾ 4700 പ്ലസ് 3000 റുപ്പീസ്, ടോട്ടൽ 5000 റുപ്പീസ് ആണ് നിങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, ഇത് ആനുവൽ രജിസ്ട്രേഷൻ ചെയ്യണം. എല്ലാ കൊല്ലവും നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യണം. ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ രജിസ്ട്രേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ സെക്കൻഡ് ഇയറിനേക്ക് രജിസ്റ്റർ ചെയ്യണം. അത് സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ തേർഡ് ഇയർ വരുന്ന സമയത്ത് തേർഡ് ഇയറിനേക്ക് വേണ്ടി നിങ്ങൾ പിന്നെയും രജിസ്റ്റർ ചെയ്യണം. ഓൾറൈറ്റ്. പിന്നെ വേറെ ഒരു കാര്യം വിട്ടുപോയത് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ സ്റ്റഡി സെന്റർ അല്ല നിങ്ങളുടെ എക്സാം സെന്റർ. അതും കൂടെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് സ്റ്റഡി സെന്റർ എക്സാം സെന്റർ ആയിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി അത് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് എക്സാം വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒരു എക്സാം രജിസ്ട്രേഷൻ ഉണ്ടാവും. അതിൽ നിങ്ങൾ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഓപ്ഷൻ വരും, നിങ്ങൾക്ക് എവിടെയാണ് പോയിട്ട് എക്സാം എഴുതേണ്ടത്. ഇപ്പൊ മേ ബി നിങ്ങളുടെ നാട് കണ്ണൂരാണ്, നിങ്ങളിപ്പോ ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കണ്ണൂർ പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ കൊടുക്കുക. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഓൺലൈൻ പേയ്മെന്റ് ഓൺലി ആൻഡ് നോട്ട് റിഫണ്ടബിൾ. ഇനിയിപ്പം ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിന്റെ പകുതി വെച്ചിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇനി ഞാൻ കോഴ്സ് കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ റീഫണ്ട് കിട്ടുന്നതായിരിക്കില്ല. ഓക്കെ, ആൻഡ് റീ രജിസ്ട്രേഷൻ ത്രൂ ഓൺലൈൻ വെബ് പോർട്ടൽ. റീ രജിസ്ട്രേഷൻ ചെയ്യാൻ ഇപ്പോൾ ഫസ്റ്റ് ഇയർ കോഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ റീ രജിസ്റ്റർ ചെയ്തിട്ട് അടുത്ത സൈക്കിളിലേക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ആൻഡ് നോൺ പേയ്മെന്റ് ലീഡ്സ് ടു ക്യാൻസലേഷൻ ഓഫ് അഡ്മിഷൻ. ഇനിയിപ്പോ നിങ്ങൾ രജിസ്റ്റർ ഒക്കെ ചെയ്ത് വെച്ച് രജിസ്ട്രേഷൻ ഫീസ് അടച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷൻ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവും. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ഇസ് പ്ലാനിങ് യുവർ സ്റ്റഡീസ്. ഇപ്പൊ നമ്മൾ ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കുകയാണ്, നമുക്ക് വീട്ടിൽ കുറെ കാര്യങ്ങളുണ്ട്, നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് പിള്ളേരെ നോക്കാനുണ്ട്, വീട്ടുകാരെ നോക്കാനുണ്ട്, അങ്ങനെ കുറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ബട്ട് നിങ്ങളാണ് സ്റ്റഡീസ് ചൂസ് ചെയ്തത്. പഠിക്കണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്കാണുള്ളത്, നിങ്ങളുടെ കരിയറിനാണ് ഇത് പ്രോഗ്രസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ സ്റ്റഡീസിനെ കുറിച്ചും സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമുണ്ട്. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു പ്ലാൻ നിങ്ങളുടെ ഒരു മൈൻഡിൽ വേണം. ഓക്കെ, മിനിമം 3 years ആണ് കോഴ്സ് കംപ്ലീഷന് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ മിഷേൽ മാം പറഞ്ഞ പോലെ തന്നെ 6 years നമുക്ക് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫസ്റ്റ് ഇയറിന്റെ എക്സാം എഴുതാൻ പറ്റിയില്ല, അടുത്ത കൊല്ലം എഴുതാം. ഇനി അടുത്ത കൊല്ലം എഴുതാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അടുത്ത കൊല്ലം എഴുതാം. അങ്ങനെ 6 years വരെ നിങ്ങൾക്ക് ഈ 3 year കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ആൻഡ് സ്റ്റഡി ഓൺലി ദി സെലക്ടഡ് കോഴ്സ്. സെലക്ടഡ് കോഴ്സ് മാത്രം പഠിക്കാം. നിങ്ങൾക്ക് അത് അല്ലാണ്ട് കുറെ ഇലക്ടീവ്സും കാര്യങ്ങളും ഒക്കെ വരും. അപ്പൊ എല്ലാം കൂടി വാരിയെടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കൺഫർമേഷൻ മെയിൽ വരുന്ന സമയത്ത് നിങ്ങൾ ചൂസ് ചെയ്ത സബ്ജക്ട്സ് അതിൽ പ്രൊവൈഡഡ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഏതൊക്കെയാണ് സബ്ജക്ട്സ് ചൂസ് ചെയ്ത ആ സബ്ജക്ട്സ് മാത്രം നിങ്ങൾ പഠിക്കുക. അതിന്റെ എക്സ്ട്രാ ആയിട്ടുള്ള എല്ലാ ഇലക്ടീവ്സും എടുത്ത് വായിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ അസൈൻമെന്റ് സബ്മിഷൻ ബിഫോർ ദി ടേം എൻഡ് എക്സാമിനേഷൻ, TEE, ടേം എൻഡ് എക്സാമിനേഷൻ. അപ്പൊ ടേം എൻഡ് എക്സാമിനേഷൻ ഡിസംബറിൽ വരുന്നതിന്റെ മുന്നേ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ ഇൻട്രോഡക്ടറി മീറ്റിംഗിൽ ഓൺബോർഡിംഗ് സെഷനിൽ എല്ലാവർക്കും പറഞ്ഞു തരാറുണ്ട്. ഇപ്പൊ 8 പേപ്പേഴ്സിന് അസൈൻമെന്റ് നിങ്ങൾക്ക് വെക്കാൻ പറ്റില്ല. 8 പേപ്പേഴ്സിന് പകരം നിങ്ങൾ 5 പേപ്പർ ആണ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 5 പേപ്പറിന് മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ എത്ര പേപ്പർ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നോ അത്ര പേപ്പേഴ്സേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ കറക്റ്റ് ആ ഒരു സെപ്റ്റംബർ 31 ആവുന്ന വരേക്കും നിങ്ങൾ പഠിച്ച് തീർത്ത് അസൈൻമെന്റ് ഫിനിഷ് ചെയ്തിട്ട് റെഡി ആയിരിക്കണം. ഓക്കെ, പഠിക്കാൻ അസൈൻമെന്റ് സബ്മിഷൻ 31 സെപ്റ്റംബർ കഴിഞ്ഞാലും നിങ്ങൾക്ക് 2 മാസം ഉണ്ട് ഡിസംബർ വരേക്ക് റിവിഷൻ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പക്ഷെ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യാണ് നിങ്ങളുടെ പ്രൈമറി ടാസ്ക്. തീരെ പഠിക്കാണ്ട് ഒരു സബ്ജക്റ്റിന്റെ അസൈൻമെന്റ് എടുത്ത് നോക്കി കഴിഞ്ഞാലും നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ വരാനുണ്ട്. ഏത് ബ്ലോക്കാ, ഏത് യൂണിറ്റാ, എന്താണെന്ന് മനസ്സിലാവില്ല. പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഒരു ബ്രീഫ് ഉണ്ടെങ്കിൽ, ജസ്റ്റ് ഒരു ബ്രീഫ് ഗോ ത്രൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, ലൈവ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, റെക്കോർഡഡ് സെഷൻസ് ഓൾമോസ്റ്റ് കുറെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും ഏത് സബ്ജക്റ്റ് ആണ്, ഏത് യൂണിറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ മേ ബി ഇത്രയും നമ്മൾ 6 സെമിസ്റ്റേഴ്സിന്റെ 3 yearsന്റെ ഫുള്ള് സിലബസ് ഇപ്പോ ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. റൈറ്റ്, ഇപ്പൊ നിങ്ങൾ കുറെ പേര് നവംബറിൽ ജോയിൻ ചെയ്തവരുണ്ട്, ഡിസംബറിൽ ജോയിൻ ചെയ്തവരുണ്ട്.
ഒരു തവണയും ലേൺ വൈസ് ആപ്പ് തുറന്നു നോക്കാത്തവരുണ്ടാവും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഒരു ഐഡിയയും ഇല്ലാതെ നിങ്ങൾ ഇപ്പൊ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ കുറെ തലേന്റെ മേലെ കൂടെ പോയിണ്ടാവും. ബട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കോഴ്സാണ്, നിങ്ങളുടെ സബ്ജക്റ്റ് ആണെന്നുള്ള കാര്യം നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. ആൻഡ് നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്ത് പോവാൻ നോക്കുക. ഓക്കെ ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് നമ്മളുടെ സിലബസ് ആണ്. നമുക്ക് ഏതൊക്കെ സബ്ജക്ട് പഠിക്കാനുണ്ട്, അതിൽ ഏതൊക്കെ ബ്ലോക്സ് ഉണ്ട്, ഏതൊക്കെ യൂണിറ്റ്സ് ഉണ്ട് എന്നുള്ളത് സിലബസിൽ ക്ലിയർ ആയിരിക്കണം. സിലബസ് ക്ലിയർ ആവെങ്കിലേ നമുക്ക് ഒരു സബ്ജക്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ PSCക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എക്സാം എന്താ, എക്സാമിൽ എന്തൊക്കെയാ ചോദിക്കാന്ന് അറിയാണ്ട് എന്തൊക്കെയോ വാരി എടുത്ത് പഠിക്കുക അല്ലല്ലോ നമ്മൾ ചെയ്യാം. സോ SLMന്റെ ഡിസ്പാച്ച് എന്ന് പറയുമ്പോൾ സ്റ്റഡി മെറ്റീരിയൽ അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഡിസ്പാച്ച് ആവുന്നത് വൺസ് നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് അഡ്മിഷൻ ക്ലോസ് ആയി കഴിഞ്ഞാൽ അതിന്റെ 1 മാസത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് റിസീവ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനിയിപ്പം ജാനുവരി 29ന് ശേഷം അവര് ഫെബ്രുവരി 29 വരെ എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ അഡ്മിഷൻ, അതിനുശേഷം 1 മാസത്തിന്റെ ഉള്ളിലേ കിട്ടുന്നുണ്ടാവുള്ളൂ. ഓക്കെ, ആൻഡ് ഇൻ കേസ് പിന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 സെമിസ്റ്റേഴ്സിന്റെ 4 ബുക്സ് ആയിട്ട്, 4 ബുക്സ് ആദ്യം ഒരു സെറ്റ് ആയിട്ട് വരും, പിന്നെ 4 ബുക്സ് വേറെ ഒരു സെറ്റ് ആയിട്ടാണ് ഫസ്റ്റ് ഇയറിന്റെ ബുക്സ് വരിക. ഇനിയിപ്പം എനിക്ക് പകുതിയെ കിട്ടിയുള്ളൂ, 8 ബുക്സ് ഫുള്ള് കിട്ടിയില്ല എന്ന് പറഞ്ഞ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആദ്യം ഒരു 4 സെറ്റ് ബുക്സ് പിന്നെ 4 സെറ്റ് ബുക്സ് ആയിട്ടാണ് നിങ്ങൾക്ക് റിസീവ് ചെയ്യുക. ആൻഡ് ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സ് മാറ്റണം, അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഇപ്പൊ ഞാൻ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലല്ല ഇപ്പൊ ഞാൻ താമസിക്കുന്നത്, അപ്പം എനിക്ക് എന്താ പറയാ ഇത് അഡ്രസ്സ് മാറ്റണം, അല്ലെങ്കിൽ എനിക്ക് ബുക്സ് കിട്ടിയിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ക്വയറീസോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റീജിയണൽ സെന്ററിലേക്ക് മെയിൽ കൊടുക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഇന്നലത്തെ ക്ലാസ്സിൽ നിങ്ങളോട് ആക്ഷൻ ടാസ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ പേര് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങളുടെ സ്റ്റഡി സെന്റർ, റീജിയണൽ സെന്റർ, അവരെ മെയിൽ ID, അതേപോലെ തന്നെ അവരെ ഫോൺ നമ്പർ ഒക്കെ നിങ്ങൾക്ക് കയ്യിൽ ഉണ്ടാവണം. അപ്പൊ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവരുടെ റീജിയണൽ സെന്റർ മെയിൽ ചെയ്തിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, അത് ക്ലിയർ ചെയ്ത് തരണം എന്ന് പറഞ്ഞ ഒരു മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവര് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ ഓക്കെ, ഇനി അക്കാഡമിക് കൗൺസിലിംഗ് സെഷൻസ് വിൽ ബി ഹെൽഡ് അറ്റ് സ്യൂട്ടബിൾ ഇന്റർവെൽസ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് സ്റ്റഡി സെന്ററിൽ എന്താ പറയാ കൗൺസിലിംഗ്സും സെഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇന്റർവെൽസിനായിരിക്കും ഉണ്ടാവുക. മോസ്റ്റ്ലി സൺഡേസിനൊക്കെ ആയിരിക്കും അവർ വെക്കാറുണ്ടാവുക. അപ്പൊ ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് ഇതൊന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ആൻഡ് ഫേസ് ടു ഫേസ് കൗൺസിലിംഗ് പ്രൊവൈഡഡ് ആണ് സ്റ്റഡി സെന്ററിൽ, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി നോർമലി ഓർഗനൈസസ് 6 to 7 അക്കാഡമിക് കൗൺസിലിംഗ് സെഷൻ ഫോർ 4 ക്രെഡിറ്റ് കോഴ്സസ്. 4 ക്രെഡിറ്റ് കോഴ്സസിന് വേണ്ടിയിട്ട് 6 to 7 സെഷൻസ് ഉണ്ടാവാറുണ്ട് സ്റ്റഡി സെന്ററിൽ വെച്ചിട്ട്. അതല്ല 6 ക്രെഡിറ്റ് കോഴ്സാണ് നിങ്ങൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 9 to 10 സെഷൻസ് സ്റ്റഡി സെന്ററിൽ പോയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് ഉണ്ടാവും. ഓക്കെ, ഇനി അസൈൻമെന്റ്സ്. ഫൈനൽ റിസൾട്ടിലാണ് നിങ്ങളുടെ അസൈൻമെന്റ്സിന്റെ മാർക്ക് കൗണ്ട് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ 100 മാർക്കിന്റെ പേപ്പർ ആണ് അസൈൻമെന്റിന് എഴുതുന്നതും 100 മാർക്കിന്റെ പേപ്പർ ആണ് എക്സാമിന് എഴുതുന്നതും. പക്ഷെ അസൈൻമെന്റിന്റെ 30% വെയിറ്റേജും എക്സാമിന്റെ നിങ്ങൾക്ക് 70% വെയിറ്റേജ് കൂടെ കൂട്ടിയിട്ടാണ് നിങ്ങളുടെ ഫൈനൽ മാർക്സ് അവരിടാൻ പോകുന്നത്. ഓക്കെ, ഈച്ച് കോഴ്സസ് ക്യാരി 2 to 3 അസൈൻമെന്റ്സ്. എല്ലാ കോഴ്സിലും, എല്ലാ സബ്ജക്റ്റിലും, എല്ലാ പേപ്പറിലും നിങ്ങളുടെ BA ഇംഗ്ലീഷ് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ പേപ്പറിന്റെയും അസൈൻമെന്റ് മാൻഡേറ്ററി ആയിട്ട് എഴുതേണ്ടതാണ്. ആൻഡ് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്തില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ടേം ആൻഡ് എക്സാമിനേഷൻ എഴുതാൻ പറ്റില്ല. അസൈൻമെന്റ് ഷുഡ് ബി സബ്മിറ്റഡ് ടു ദ സ്റ്റഡി സെന്റർ. സ്റ്റഡി സെന്ററിലാണ് കൊണ്ടുപോയി കൊടുക്കേണ്ടത്. ആൻഡ് ഇഫ് നോട്ട് അച്ചീവ്ഡ് എ പാസ് ഗ്രേഡ് ഹാവ് ടു സബ്മിറ്റ് അഗൈൻ. പാസ് ആയിട്ടില്ല, നിങ്ങൾ എഴുതുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അവര് സ്റ്റഡി സെന്ററിൽ നിന്ന് റിജക്ട് ചെയ്യും. റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെയും അത് എഴുതി കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥയാവും. അപ്പം അസൈൻമെന്റ്സ് എഴുതുന്ന സമയത്ത് നിങ്ങൾ അത് ഫോട്ടോ എടുത്തിട്ട് നിങ്ങളുടെ റെസ്പെക്റ്റീവ് മെന്റേഴ്സിന് സെൻഡ് ചെയ്ത് കൊടുക്കുക. മെന്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ക്ലാരിഫിക്കേഷൻ, ക്ലിയർ ആണ്, എഴുതിയൊക്കെ കറക്റ്റ് ആണെന്നുള്ള ഒരു 100% ഷുവറിറ്റി കിട്ടിയിട്ട് മാത്രം നിങ്ങൾ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ്, ഈ നമ്മൾ അസൈൻമെന്റ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതി കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇവാലുവേഷൻ ഷീറ്റ്, ഫ്രണ്ട് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് പ്രിന്റ് ഔട്ട് എടുത്ത് നിങ്ങൾക്ക്
ക്വസ്റ്റ്യൻ പേപ്പറും പ്രിന്റ് ഔട്ട് എടുത്തിട്ട് വെക്കേണ്ടി വരും. അപ്പൊ അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് ആൻസേഴ്സ് മാത്രം എഴുതിയാൽ മതി മറ്റേ A4 ഷീറ്റില്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് അതിൽ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ എഴുതുക, നിങ്ങളെ പ്രോഗ്രാമിന്റെ ടൈറ്റിൽ, നിങ്ങൾ കോഴ്സിന്റെ ടൈറ്റിൽ കൊടുക്കുക, നെയിം കൊടുക്കുക, കോഴ്സ് കോഡ് ഉണ്ടാവും, കോഴ്സ് കോഡ് കൊടുക്കുക, നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക, കോഴ്സിന്റെ ടൈറ്റിൽ കൊടുക്കുക, അസൈൻമെന്റ് കോഡ് കൊടുക്കുക, സിഗ്നേച്ചർ, സ്റ്റഡി സെന്ററിന്റെ പേര്, അതേപോലെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് സ്റ്റഡി സെന്ററിൽ നിന്ന് അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനനുസരിച്ച് ചെയ്യാം. നിങ്ങളുടെ ഫസ്റ്റ് ഇവാലുവേഷൻ ഷീറ്റിൽ അതേപോലെ തന്നെ ഫ്രണ്ട് പേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷീറ്റും നിങ്ങൾക്ക് കൊടുക്കാനുണ്ടാവും അസൈൻമെന്റിന്റെ കൂടെ. അപ്പൊ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവണം, അറിയണം നിങ്ങൾക്ക്, എന്നാലേ നമുക്ക് അത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇവാലുവേഷനിലേക്ക് വരുന്ന സമയത്ത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ ത്രൂ അസൈൻമെന്റ്സ് ആൻഡ് ടേം ആൻഡ് എക്സാമിനേഷൻ നടത്തും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 30% വെയിറ്റേജ് അസൈൻമെന്റിനും 70% എക്സാമിന്റെയും വെയിറ്റേജ് ആണ് എടുക്കുന്നത്. മിനിമം 35% മാർക്സ് ഇൻ അസൈൻമെന്റ് ആൻഡ് എക്സാമിനേഷൻ ഈച്ച്. ഇനി ഞാൻ അസൈൻമെന്റ് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ എക്സാമിനേഷനിൽ 20% മാർക്ക് ആയാലും വലിയ ബുദ്ധിമുട്ടില്ലല്ലേ എന്ന് ആൾക്കാർ വിചാരിക്കും. പക്ഷെ 35% നിങ്ങളുടെ അസൈൻമെന്റിന്റെ മാർക്കും ആൻഡ് എക്സാമിനേഷന്റെ 35%ഉം വേണം. അപ്പം അസൈൻമെന്റ് ഇപ്പൊ 100 മാർക്കിന്റെ ആണെങ്കിൽ 35% ഓഫ് 100 ആൻഡ് ടേം ആൻഡ് എക്സാമിനേഷൻ 100 മാർക്കിനാണെങ്കിൽ 35% ഓഫ് ടേം ആൻഡ് എക്സാമിനേഷൻ നിങ്ങൾക്ക് വേണം. ഓവറോൾ 35% മാർക്സ് മാൻഡേറ്ററി ആണ് ബാച്ചിലർ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ 35 എന്നുള്ള കാര്യം മൈൻഡിൽ ഫിക്സ് ചെയ്ത് വെക്കുക. 35% നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സബ്ജക്ട് പാസ്സാവാൻ പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് ഗ്രേഡിംഗ് ഈസ് ഡൺ ഓൺ 10 പോയിന്റ് സ്കെയിൽ. പോയിന്റ് സ്കെയിലാണ് നിങ്ങൾക്ക് ഗ്രേഡിംഗ് നടക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ AB ആണെങ്കിൽ 0 മാർക്ക് ഇട്ടിട്ട് ആബ്സെന്റ് ആക്കും. അതല്ല ഇപ്പൊ നിങ്ങൾക്ക് -D ഗ്രേഡ് ആണ് വരുന്നതെന്ന് വെച്ചാൽ ബിലോ 40 ആണെങ്കിൽ മാത്രം, ഇപ്പൊ 35 ബിലോ 40 ആണെങ്കിൽ നിങ്ങൾക്ക് -D ഗ്രേഡ് ആയിരിക്കും. അതിന് 4 മാർക്ക് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതല്ല നിങ്ങൾക്ക് C ഗ്രേഡ് ആണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അത് 40 to 50 ഇടയ്ക്കുള്ള ആണെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും, C ഗ്രേഡ് ആയിരിക്കും. പിന്നെ -B ആണെങ്കിൽ 50 to 55 ഇടയിലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ആൻഡ് B+ ആണെങ്കിൽ നിങ്ങൾക്ക് 65 to 55 ഇടയിൽ മാർക്ക് ഉണ്ടാവും. A ഗ്രേഡ് ആണെങ്കിൽ നിങ്ങൾക്ക് 65 to 75 ബിറ്റ്വീൻ ആണെങ്കിൽ A ഗ്രേഡ് 8 പോയിന്റ്സ് കിട്ടും. 75 to 85 ഇടയിലാണെങ്കിൽ A+ കിട്ടും. അതല്ല 10 പോയിന്റ്സ് ഫുൾ പോയിന്റ്സ് കിട്ടണമെങ്കിൽ 85 അബവ് ഉണ്ടെങ്കിൽ O ഗ്രേഡ് കിട്ടുന്നതായിരിക്കും. O ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ്. ഓക്കെ, A+ന്റെ മേലെ ഒരു O ഗ്രേഡ് ഉണ്ട്. നമ്മള് പണ്ട് പഠിച്ച പോലെ അല്ല. ഇപ്പം A+, പണ്ട് പഠിച്ച സമയത്ത് നമുക്ക് A+ ആണ് മെയിൻ അല്ലെ. ഇപ്പം A+ന്റെ മേലെ ഒരു O ഗ്രേഡ് കൂടെ ഉണ്ട്. അപ്പൊ 85 അബവ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് O ഗ്രേഡ്, ഔട്ട്സ്റ്റാൻഡിംഗ് ഗ്രേഡ് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ടേം ആൻഡ് എക്സാമിനേഷനെ കുറിച്ചാണ്. കുറെ പേർക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു. എക്സാം ഗ്യാപ്പ് കിട്ടുമോ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എക്സാം എഴുതേണ്ടി വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾക്ക് ഗ്യാപ്പ് എന്തായാലും ഉണ്ടാവും, എക്സാമിന്റെ ബിറ്റ്വീൻ ഗ്യാപ്പ് ഉണ്ടാവും. പക്ഷെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താലേ എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളുടെ ഫൈനൽ റിസൾട്ടിന്റെ 70% വെയിറ്റേജ് എക്സാമിനേഷൻ എടുക്കുന്നുണ്ട്. ആൻഡ് ടേം ആൻഡ് എക്സാമിനേഷൻ ഒരു ഫോം ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രജിസ്ട്രേഷൻ ചെയ്യണം നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട്. അപ്പം ഈ ഓൺലൈൻ ആയിട്ട് നിങ്ങൾ ഫോം, അതിപ്പം നിങ്ങൾ ലേൺവൈസ് ത്രൂ ആണ് ജോയിൻ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ലേൺവൈസ് തന്നെ ഇവിടുന്ന് ചെയ്തു തരും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഓൺലൈൻ എക്സാം രജിസ്ട്രേഷൻ ഇപ്പം നിങ്ങൾക്ക് ഡിസംബർ എക്സാമിനാണെങ്കിൽ സെപ്റ്റംബർ 30th ശേഷം രജിസ്ട്രേഷൻസ് ഓപ്പൺ ആയിരിക്കും. അപ്പൊ ആ ഒരു സമയത്തായിരിക്കും വരിക രജിസ്ട്രേഷൻ. ഓക്കെ, ദി യൂണിവേഴ്സിറ്റി കണ്ടക്ട്സ് ടേം എക്സാമിനേഷൻ ട്വൈസ് എ ഇയർ. ജൂണിലും ഡിസംബറിലും എക്സാം നടക്കാറുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ഡിസംബറിൽ എക്സാം മിസ്സായി എന്ന് വെച്ചാൽ അടുത്ത ജൂണിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, okay, any learners enrolled in January session will have to take the term and examination of both first and second semesters together in December. Okay, അപ്പൊ നിങ്ങൾ ജാനുവരിയിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്.
നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സെമിസ്റ്റർ പഠിക്കാനുണ്ട്, സെക്കൻഡ് സെമിസ്റ്റർ പഠിക്കാനുണ്ട്, ഫസ്റ്റ് ഇയർ. പക്ഷെ സെമിസ്റ്റർ വൈസ് ആണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും നമുക്ക് എക്സാം ഇയർലി വൈസ് ആണ്. അതുകൊണ്ട് ഫസ്റ്റ് സെമിസ്റ്ററും സെക്കൻഡ് സെമിസ്റ്ററും രണ്ടും കൂടെ കൂട്ടിയിട്ട് നിങ്ങൾ ഡിസംബറിൽ എക്സാം എഴുതണം. ഫസ്റ്റ് സെമിസ്റ്ററിലെ 4 പേപ്പേഴ്സും സെക്കൻഡ് സെമിസ്റ്ററിലെ 4 പേപ്പേഴ്സും കൂട്ടിയിട്ട് നിങ്ങൾ ഡിസംബറിൽ ടോട്ടൽ 8 പേപ്പേഴ്സിന്റെ എക്സാമിനേഷൻ എഴുതേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഇഫ് യു മസ്റ്റ് ടേക്കിംഗ് ദി എക്സാമിനേഷൻ ഇൻ ഡിസംബർ, യു മേ അപ്പിയർ ഇൻ ജൂൺ ഫോർ ദോസ് കോഴ്സ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഡിസംബർ 2024 നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല എന്നാണെങ്കിൽ ജൂൺ 2025 നിങ്ങൾക്ക് എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റും. ബട്ട് അങ്ങനെ എന്തെങ്കിലും മിസ് ചെയ്യാൻ പറ്റാത്ത എമർജൻസി ആണെങ്കിൽ മാത്രം നിങ്ങൾ എക്സാമിനേഷൻ സ്കിപ്പ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ കൊല്ലം തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ആ 3 ഇയേഴ്സിന്റെ സൈക്കിൾ പ്രോപ്പർലി സ്മൂത്ത് ആയിട്ട് പോകും. അതല്ല നിങ്ങൾ ജൂണിലാണ് എഴുതുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ സെക്കൻഡ് ഇയറിന്റെ പകുതി 6 മാസം പോയി. പിന്നെ നിങ്ങൾ 6 മാസം കൊണ്ട് സെക്കൻഡ് ഇയർ പഠിച്ചെടുക്കേണ്ടി വരും. അപ്പൊ ആ ഒരു സൈക്കിൾ ഒന്ന് ക്ലാഷ് ആയി പോകും. അപ്പൊ മാൻഡേറ്ററി ആയിട്ട് എന്താ പറയാ, നിങ്ങൾക്ക് പറ്റുന്നതോളം ഡിസംബറിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ. ആൻഡ് ലേണർ ഈസ് പെർമിറ്റഡ് ടു അപ്പിയർ ഇൻ ദി ടേം ആൻഡ് എക്സാമിനേഷൻ സബ്ജക്ട് ടു ദ ഫോളോയിങ് കണ്ടീഷൻസ്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എക്സാമിനേഷന് ശ്രദ്ധിക്കാനുണ്ട്. രജിസ്ട്രേഷൻ ഫോർ ദ കോഴ്സ് ഇസ് വാലിഡ് ആൻഡ് നോട്ട് ടൈം ബാർഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ വാലിഡ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ ആയിരിക്കണം. ആൻഡ് റിക്വയർഡ് നമ്പർ ഓഫ് അസൈൻമെന്റ് ഇൻ ദ കോഴ്സ് ഹാസ് ബീൻ സബ്മിറ്റഡ് ബൈ ദ ഡ്യൂ ഡേറ്റ്. അപ്പൊ അസൈൻമെന്റ് എത്ര സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് ഡ്യൂ ഡേറ്റിന്റെ മുന്നേ ആയിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. ആൻഡ് മിനിമം ടൈം ടു പെർസ്യൂ ദീസ് കോഴ്സസ് ആർ പെർ ദ പ്രൊവിഷൻ ഓഫ് ദ പ്രോഗ്രാം ഹാസ് ബീൻ കംപ്ലീറ്റഡ്. അപ്പൊ ഒരു ടൈം ലിമിറ്റ് ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു ടൈം ലിമിറ്റിന്റെ ഉള്ളിൽ നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിനേഷൻസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല നിങ്ങൾ 3rd ഇയർ 6 കൊല്ലത്തിന് ശേഷമാണ് എഴുതാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് അലൗഡ് ആയിരിക്കില്ല. ഓക്കെ. ആൻഡ് എക്സാം ഫീസ് ഈസ് പെയ്ഡ് ഫോർ ഓൾ ദി കോഴ്സസ് ഇൻ വിച്ച് ദ ലേണർ ഈസ് റൈറ്റിംഗ് ദി എക്സാം. അപ്പൊ എക്സാം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സാം ഫീസ് ആയിട്ട് വേറെ കൊടുക്കേണ്ടി വരും. ഓക്കെ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. മാം, അങ്ങനെ ഇപ്പൊ നമുക്ക് ഒരു ബൈ ചാൻസ് ഒരു പേപ്പർ കിട്ടാണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഇംപ്രൂവ്മെന്റ് എക്സാമോ അതുപോലെയുള്ള എക്സാമോ നെക്സ്റ്റ് ജൂണിൽ എഴുതാൻ പറ്റുമോ? ഡിസംബറിൽ പോവുകയാണെങ്കിൽ? അതെ, ഡെഫിനറ്റ്ലി എഴുതാൻ പറ്റും കേട്ടോ. പേപ്പർ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് റീ രജിസ്ട്രേഷൻ ചെയ്തിട്ട് ഇംപ്രൂവ്മെന്റ് എക്സാം ജൂണിൽ തന്നെ എഴുതാം. ഇപ്പൊ ഡിസംബറിൽ നമ്മുടെ എക്സാമിന്റെ റിസൾട്ട് ജൂണിന് മുമ്പായിട്ട് പബ്ലിഷ് ചെയ്യോ? അതെ, ഡിസംബറിൽ റിസൾട്ട് പെട്ടെന്ന് കിട്ടും കേട്ടോ. അഡ്മിഷനും ബുക്സ് കിട്ടാനും ഒക്കെ ചെറിയൊരു ഡിലേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എക്സാമും റിസൾട്ടും കറക്റ്റ് സമയത്ത് അവർ ഇറക്കാറ്. സെലക്ടഡ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എലക്ടീവ്സ് വരുന്ന സമയത്ത് കുറച്ച് എക്സ്ട്രാ എലക്ടീവ്സ് ഉണ്ട്. ഒരു 10-15 എലക്ടീവ്സിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട എലക്ടീവ്സ് ചൂസ് ചെയ്യാനാണ്. ഇപ്പൊ ലേൺ വൈസ് എന്നാണെങ്കിൽ എല്ലാവർക്കും ഒരേപോലത്തെ എലക്ടീവ്സ് ആണ് നമ്മൾ കൊടുക്കാറ്. അതല്ല നിങ്ങൾ സ്വന്തമായിട്ട് സെൽഫായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആണെങ്കിൽ സെൽഫായിട്ട് രജിസ്റ്റർ ചെയ്ത ആൾക്കാരാണെങ്കിൽ അവരുടെ എലക്ടീവ്സ് ചിലപ്പം ഡിഫറെന്റ് ആവാറുണ്ട്. അപ്പൊ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് ബാക്കിയുള്ള ഈ എലക്ടീവും ആ എലക്ടീവും ഒക്കെ എനിക്ക് പഠിക്കാനുള്ളതാ വിചാരിച്ച് ഭാര്യ എടുത്ത് പഠിക്കും. അങ്ങനെയല്ല, നിങ്ങൾക്ക് വേണ്ടത് മാത്രം നിങ്ങൾ പഠിക്കാന്നാണ് ഉദ്ദേശിച്ചത്. നിങ്ങളുടെ സബ്ജക്റ്റിൽ ഏതൊക്കെ സബ്ജക്റ്റ് ആണോ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സിൽ ഏതൊക്കെ സബ്ജക്റ്റ് ആണോ പറഞ്ഞിരിക്കുന്നത് ആ സബ്ജക്റ്റ് മാത്രം പഠിക്കും. ഓക്കെ. മെയിലിൽ ഇങ്ങനെ നോക്കുക ചെയ്യേണ്ടത് നമ്മളെ രജിസ്ട്രേഷൻ പൂർത്തിയായിട്ടുണ്ടോ, പാസ്വേഡ് അതെ, രജിസ്ട്രേഷൻ കൺഫേം ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് മെയിലിൽ വരും. എന്താണ്? ഇല്ലെങ്കിൽ മെൻഡറെ അറിയിക്കണോ ഇടക്കിടക്ക്? അഡ്മിഷൻ കൗൺസിലേഴ്സിനെ അറിയിച്ചാൽ മതി. അല്ലെങ്കിൽ മെൻഡർ ആണെങ്കിൽ മെൻഡറിനെ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ അഡ്മിഷൻ കൗൺസിലേഴ്സ് ആണെങ്കിൽ അവരെ കണക്ട് ചെയ്യാം. നിങ്ങളുടെ അഡ്മിഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ അഡ്മിഷൻ കൗൺസിലേഴ്സ് ആണ് നോക്കുന്നത്. അപ്പൊ കുറച്ചുകൂടെ ബെറ്റർ അവരെ കണക്ട് ചെയ്യുന്നതായിരിക്കും. ഇൻ കേസ് അവരെ കണക്ട് ചെയ്തിട്ട് കിട്ടിയില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് മെന്റേഴ്സിനോട് സംസാരിക്കാം. ഓക്കെ മാം. നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സാം എഴുതാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും? അസൈൻമെന്റ് ഇപ്പൊ നിങ്ങള് ജാനുവരി സൈക്കിളിലാണെങ്കിൽ അതെങ്ങനെയാ മിഷേൽ മാം? ഇല്ല, അസൈൻമെന്റ് ഒരൊറ്റ പ്രാവശ്യം സബ്മിറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പൊ ഈ വരുന്ന സൈക്കിളിൽ, ഐ മീൻ ഡിസംബർ എക്സാം സൈക്കിളിൽ നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു, പക്ഷെ ഡിസംബറിൽ എക്സാം എഴുതാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നെക്സ്റ്റ് വരുന്ന ജൂണിൽ എക്സാം എഴുതാം. അസൈൻമെന്റ് വെക്കേണ്ട ആവശ്യമില്ല, ഒറ്റ പ്രാവശ്യം സബ്മിറ്റ് ചെയ്യണ്ടുള്ളൂ.
ഏതെങ്കിലും ഒരു പേപ്പറിൽ ഫെയിൽ ആയാലും അസൈൻമെന്റ് ഇതുപോലെ തന്നെയാണോ നമ്മൾ വീണ്ടും സബ്മിറ്റ് ചെയ്യേണ്ട? അതെ. അസൈൻമെന്റ്സ് ഒറ്റ പ്രാവശ്യം സബ്മിറ്റ് ചെയ്യണ്ടുള്ളൂ. ഫെയിൽ ആയാലും നമുക്ക് പിന്നെ സർട്ടിഫിക്കറ്റിൽ ഫെയിൽഡ് അല്ലെങ്കിൽ ഇത്ര പ്രാവശ്യം നമ്മൾ അറ്റംപ്റ്റ് ചെയ്തു എന്നിട്ടാണ് പാസ്സായത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ലൈക്ക് നമ്മൾ പാസ് ആയിട്ടുണ്ടെങ്കിൽ പാസ്ഡ് എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റിൽ വരും, അത്രേ ഉള്ളൂ. ഇല്ല അസൈൻമെന്റ് നമുക്ക് റിട്ടേൺ മേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ റിസൾട്ടുകൾ നമുക്ക് എല്ലാ സബ്ജക്റ്റിന്റെയും റിസൾട്ടുകൾ വന്നു എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. റിസൾട്ടുകൾ നിങ്ങൾക്ക് ഇപ്പം എക്സാമിന്റെ നമുക്ക് സ്കൂളിൽ കിട്ടുന്നത് പോലെ നമ്മളെ എല്ലാ സബ്ജക്റ്റുകളും ഒന്നിച്ച് നമുക്ക് റിസൾട്ട് കിട്ടുകയല്ല ചെയ്യുക. ഒരുപാട് പബ്ലിക്കേഷൻസ് ഉണ്ടാവും, അതായത് ഒരുപാട് പ്രാവശ്യം റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യും. ഓരോരോ സബ്ജക്ട് അല്ലെങ്കിൽ 2 സബ്ജക്ട് വീതമൊക്കെ ആയിട്ടാണ് റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യുക. അപ്പോ വൺസ് നിങ്ങളുടെ എക്സാം കഴിഞ്ഞു 40 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യുക ഓരോ സബ്ജക്റ്റും. അപ്പോ ഈ 40 ഡേയ്സ് തൊട്ട് കഴിയുന്നത് തൊട്ട് ഓരോ എക്സാം കഴിഞ്ഞിട്ട് 40 ഡേയ്സ് കഴിയുന്നത് തൊട്ട് റിസൾട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് സൈറ്റിൽ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം റിസൾട്ട് വന്നോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ എഴുതി അറ്റൻഡ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റിന്റെ എക്സാം ആണ് അല്ലെങ്കിൽ റിസൾട്ട് ആണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിസൾട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്യാത്ത വേറെ ഏതെങ്കിലും സബ്ജക്റ്റുകളാണ്, വേറെ ഏതെങ്കിലും സ്ട്രീമിലുള്ള സബ്ജക്റ്റുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എൻറോൾമെന്റ് നമ്പർ അടിക്കുന്ന സമയത്ത് റിസൾട്ട് നോട്ട് ഫൗണ്ട് അല്ലെങ്കിൽ എൻറോൾമെന്റ് നമ്പർ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഓക്കെ, അപ്പൊ അത് കാണുമ്പോൾ നമ്മൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, നമ്മൾ എഴുതാത്ത സബ്ജക്ട് ആയതുകൊണ്ടാണ് വരാത്തത് കേട്ടോ. അപ്പോ ഇവൻ ഫെയിൽഡ് ആണെങ്കിലും പാസ്ഡ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് റിസൾട്ട് നമ്മൾ എഴുതിയ സബ്ജക്റ്റിന്റെ റിസൾട്ട് ആണ് പബ്ലിഷ് ചെയ്തെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ വേറെ സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. അപ്പൊ നമുക്ക് സ്കൂളിലൊക്കെ കിട്ടുന്നത് പോലെയുള്ള ഒരു പേ ഓഫ് റിസൾട്ട് ആയിരിക്കില്ല. ലൈക്ക് എല്ലാ സബ്ജക്റ്റിനും ഒന്നിച്ച് വരുന്ന ഒരു ടൈപ്പ് അല്ല ഇവിടെ ഉണ്ടാവുക. അപ്പൊ അസൈൻമെന്റിന്റെതാണെങ്കിലും അങ്ങനെ തന്നെ സെപ്പറേറ്റ് ആയിട്ടാണ് വരിക. അത് നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലിങ്ക് ഷെയർ ചെയ്ത് തരും നിങ്ങൾക്ക്. ഓരോ പബ്ലിക്കേഷന്റെയും ലിങ്കുകൾ ഷെയർ ചെയ്ത് തരുവാണ് ചെയ്യുക. ഓക്കെ, പിന്നെ അതേപോലെ അസൈൻമെന്റിന് ചില സമയത്ത് സ്റ്റഡി സെന്റർ അപ്ലോഡ് ചെയ്യാൻ വൈകുന്നത് കാരണം ഉള്ള ഒരു ഡിലേ വരാറുണ്ട് അസൈൻമെന്റിന്റെ മാർക്കിൽ. അപ്പൊ അത് അങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് ഏതെങ്കിലും അസൈൻമെന്റിന്റെ മാർക്ക് കിട്ടിയില്ല വന്നിട്ടില്ല എന്നാണെങ്കിൽ വൺസ് ടൈം കഴിയുന്ന സമയത്ത് എക്സാം മീൻ നെക്സ്റ്റ് ഇയറിന്റെ എക്സാം ഒക്കെ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ അസൈൻമെന്റിന്റെ സബ്മിഷൻ ഒക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് അത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്റ്റഡി സെന്ററിൽ കണക്ട് ചെയ്യാം. മാം ഇപ്പൊ സ്റ്റഡി സെന്റർ അവനവന്റെ സ്ഥലമില്ലേ, അതായത് ഇപ്പൊ എന്റെ നാട് കണ്ണൂരാ, അപ്പൊ കണ്ണൂര് ഒരു സെന്റർ മാത്രമേ ഉണ്ടാവുള്ളൂ, അത് വേറെ ഉണ്ടാവും? അല്ല ഓരോ ലൊക്കാലിറ്റിയിലും റീജിയണൽ സ്റ്റഡി സെന്റേഴ്സ് അവൈലബിൾ ആണ്. അത് രജിസ്ട്രേഷന്റെ സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. കൗൺസിലേഴ്സ് ആണ് രജിസ്റ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും ഏറ്റവും അടുത്ത് ഉള്ള ലൊക്കാലിറ്റിയിലുള്ള നിയർ ബൈ ലൊക്കാലിറ്റിയിലുള്ള റീജിയണൽ സെന്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് അവർ പറയും. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയന്റ് ആയിട്ടുള്ളത് അത് മാത്രം ചൂസ് ചെയ്യാം. പിന്നെ നമുക്ക് മാർക്കാണ് വരിക, അസൈൻമെന്റിന്റെ മാർക്ക്. പിന്നെ അതേപോലെ ഈ 70 and 30% മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞത് നമ്മൾ ടെസ്റ്റിന്, അതായത് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന എക്സാമിന് റിട്ടേൺ ടെസ്റ്റിന് നമ്മൾ സെപ്പറേറ്റ് പാസ് ആവണം. എന്നിട്ട് അതിന്റെ മാർക്കിലേക്ക് നമുക്ക് ഈ അസൈൻമെന്റിന്റെ മാർക്ക് ഫൈനൽ ആയിട്ട് ആഡ് ചെയ്യാന്നാണ് ചെയ്യുക. അല്ലാതെ അസൈൻമെന്റ് മാർക്കും ടെസ്റ്റും കൂടി കൂട്ടിയിട്ട് പാസ് മാർക്ക് അങ്ങനെ ഒരു സിസ്റ്റം അല്ല ആക്ച്വലി ഉള്ളത്. ഫൈനൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന പാസ് മാർക്കിന്റെ കൂടെ ഈ അസൈൻമെന്റിന്റെ മാർക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. ഫൈനൽ ഗ്രേഡിന് നമുക്ക് 30% അസൈൻമെന്റിന്റെ മാർക്ക് വരും എന്ന് മാത്രം. അപ്പൊ ഇന്നത്തെ നമ്മള് സെഷൻ എന്ന് പറയുന്നത് സിലബസ് ഡീകോഡിംഗ് ആയിരുന്നു. നമ്മള് ഫസ്റ്റ് ഇയറിലെ എല്ലാ സബ്ജക്റ്റുകളും എലക്ടീവ്സും അതേപോലെ തന്നെ കോർ സബ്ജക്റ്റുകളും എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്തു, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ആൻഡ് കോഴ്സ് കംപ്ലീഷന്റെ കാര്യങ്ങളും അസൈൻമെന്റിന്റെ കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു അല്ലെ. ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ് നമുക്കൊരു ചെറിയൊരു ആക്ഷൻ ടാസ്ക് ചെയ്യാനുണ്ട്. ലൈക്ക് ഇമാജിൻ ദാറ്റ് യു ആർ ദ ക്ലാസ് ടീച്ചർ ഓഫ് BA ഇംഗ്ലീഷ് ബാച്ച്. BA ഇംഗ്ലീഷ് ബാച്ചിന്റെ ഡിഗ്രി ബാച്ചിന്റെ ക്ലാസ് ടീച്ചർ ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു ടൈം ടേബിൾ ഫസ്റ്റ് ആയിട്ട് നിങ്ങളുടെ എല്ലാ സബ്ജക്ട്സും വെച്ചിട്ടുള്ള ഒരു ടൈം ടേബിൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക നിങ്ങളുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ്, അല്ലെങ്കിൽ ഫോർ യുവർ സെൽഫ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു ടൈം ടേബിൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അവരുടെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ബെറ്റർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോവാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമും അതേപോലെ തന്നെ എത്ര സമയം പഠിക്കണം, ഒരു ദിവസം ഏതൊക്കെ സബ്ജക്റ്റുകൾ പഠിക്കണം എന്നുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് സെൻഡ് ചെയ്യാം. ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയർ സബ്ജക്ട്സ് മാത്രം പ്ലാൻ ചെയ്താൽ മതി കേട്ടോ. ബിക്കോസ് നിങ്ങൾ ഇപ്പൊ അപ്പിയർ ചെയ്യുന്നത് ഫസ്റ്റ് ഇയർ അല്ല. അപ്പൊ ഫസ്റ്റ് ഇയറിൽ
ഫോക്കസ് ചെയ്യുക. ഫസ്റ്റ് ഇയർ സബ്ജക്ട്സിൽ ഫോക്കസ് ചെയ്യുക, കോർ സബ്ജക്ട്സും അതേപോലെ തന്നെ electivesഉം. ടോട്ടൽ 8 സബ്ജക്റ്റ് ആണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഉള്ളത് അല്ലെ. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും എത്ര ടൈമാണ് അലോട്ട് ചെയ്യുന്നത് എന്നുള്ളതും നിങ്ങളുടെ പ്ലാനിൽ ഉണ്ടായിരിക്കണം. ഓരോ ദിവസം എത്ര സബ്ജക്റ്റുകൾ പഠിക്കുന്നു, ഏതൊക്കെ സബ്ജക്റ്റുകൾ പഠിക്കുന്നു, അതുപോലെ ഓരോ സബ്ജക്റ്റിനും എത്ര സമയം വേണം പഠിക്കാനെന്നുള്ളതും കൂടി മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു ടൈം ടേബിൾ, ഒരു ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് സെൻഡ് ചെയ്യുക ടു യുവർ മെന്റർ. ഓക്കെ, ആക്ഷൻ ടാസ്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് മെന്റേഴ്സ് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് റൈറ്റ്. അപ്പോൾ ഇന്നത്തെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു, വാസ് ഇറ്റ് ഹെൽപ്ഫുൾ ഓർ നോട്ട് എന്നുള്ള ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ എല്ലാവരും പറയുകയാണെന്നുണ്ടെങ്കിൽ that will be great, because your feedback is very 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 important for us. So എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നു എന്നുള്ളത് പറയാ. നിങ്ങൾ വോളണ്ടറിലി മുന്നോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബിക്കോസ് ഇത്രയും സമയം നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഒരു ഫീഡ്ബാക്ക് പറയാനുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പൂർണ്ണമായിട്ട് ക്ലിയർ ആയിരുന്നു. പ്രത്യേകിച്ചിട്ട് ആ ക്ലാസ് സബ്ജക്റ്റും ബ്ലോക്സും ഒക്കെ വിശദീകരിച്ചു തന്നപ്പോൾ ഭയങ്കര ഉപകാരമായി. നമുക്ക് പഠനത്തിന് മുന്നോടിയായി മനസ്സിലാക്കാനുള്ള ഒരു ചാപ്റ്റർ ബേസ്ഡ് ഒരു ഓവർ വ്യൂ കിട്ടി. നമുക്ക് നല്ലൊരു രീതിയായിരുന്നു. താങ്ക്സ് ഫോർ ദിസ്. ഓക്കെ, താങ്ക് യു മുത്തലിബ് എന്നാണോ പേര്? യെസ് യെസ്. ഓക്കെ താങ്ക് യു സോ മച്ച്. നീ ആരാണ് നെക്സ്റ്റ് പറയുന്നത്? മാഡം, ഇലക്ടീവ് സബ്ജക്ട് ലേൺ വൈസ് സെലക്ട് ചെയ്യുന്നത് ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ? ഫസ്റ്റ് ഇയറിലെ എലക്ടീവ് സബ്ജക്ട്. ഓക്കെ, എലക്ടീവ് സബ്ജക്ട് ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റീസും അതുപോലെ തന്നെ ജെൻഡർ സെൻസിറ്റൈസേഷൻ. ഈ 2 സബ്ജക്റ്റുകളാണ് ഫസ്റ്റ് ഇയറിൽ വരുന്ന 2 എലക്ടീവ്സ്, നമ്മൾ സെലക്ട് ചെയ്യുന്ന എലക്ടീവ്സ്. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് ഒന്നും കൂടി ക്ലിയർ ആയി. ലൈക്ക് എനിക്ക് സ്റ്റഡി സെന്റർ, എനിക്ക് കുറെ ടെൻഷൻ ഉണ്ടായിരുന്നു. നമുക്ക് സ്റ്റഡി സെന്ററിൽ പോയി നമ്മൾ എന്താ ചെയ്യാ, അവിടെ ചെന്നിട്ട് നമുക്ക് ഇമെയില് ഫുള്ള് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് കുറച്ചും കൂടി ക്ലിയർ ആയി. ഇനി ഞാൻ കൂടുതൽ ഇങ്ങനെ ഓരോ ഡൗട്ട് ഇങ്ങനെ ചോദിച്ച് ക്ലിയർ ആവും ഐ ഗസ്. ഓക്കെ താങ്ക് യു ഹിബ. നമ്മള് ഇഗ്നോക്ക് ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്, ഇഗ്നോ ഒഫീഷ്യൽ ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പൊ അതിലാണ് നമുക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ വരാം. നമ്മുടെ എക്സാംസ് ആയാലും രജിസ്ട്രേഷൻ ആയാലും പ്രീ രജിസ്ട്രേഷൻ ആയാലും എല്ലാ ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷൻസും ഒക്കെ അതിനകത്താണ് വരാം. അപ്പൊ അത് നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു വെബ്സൈറ്റ് ആയതുകൊണ്ടാണ് അത് ഷെയർ ചെയ്ത് കാണിച്ചത് കേട്ടോ. ഓക്കെ ദെൻ, അപ്പൊ ഇനി അങ്ങോട്ടും നമുക്ക് 5 സെഷൻസ് കൂടി ബാക്കിയുണ്ട് ഓറിയന്റേഷനിൽ. ഓരോ സെഷനിലും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നീഡ്ഫുൾ ആയിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും ഷെയർ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ എല്ലാവരും എല്ലാ സെഷൻസും അറ്റൻഡ് ചെയ്യാൻ മാക്സിമം ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. എന്നെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ആ ഒരു സെഷനിൽ തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഡോണ്ട് വെയിറ്റ് ഫോർ ദി യൂട്യൂബ് ലിങ്കിനൊന്നും വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. എപ്പോഴും ഇപ്പം ഈ ഓറിയന്റേഷൻ സെഷൻ മാത്രമല്ല, നിങ്ങൾ ബാക്കിയുള്ള ലൈവ് റിവിഷൻ സെഷൻസും ഒക്കെ ലൈവായിട്ട് തന്നെ സെഷൻ വരുമ്പോ എല്ലാം ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും ട്ടോ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കട്ടെ. ആൻഡ് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഹെൽപ്ഫുൾ ആയിട്ട് നമ്മൾ 2 മെന്റേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും എപ്പോഴും. So yeah, okay then, thank you all. Thank you for joining.